പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ജീസസ്. ഈ ആഴ്ചയുടെ ഈ പ്രാരംഭ ദിവസം ആദിപിതാക്കന്മാർ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചതുപോലെ നമ്മുടെ കർത്താവിനെ നമുക്ക് ലഭിച്ച സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ ആരാധിപ്പാൻ, കർത്താവിനെ സ്തുതിപ്പാനൊക്കെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മെ സഹായിച്ചു, നമ്മെ ബലപ്പെടുത്തി. ആമേൻ. ഇന്ന് പകൽ ആത്മീയ ആരാധന കൂടുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമുക്ക് കൃപ ചെയ്തു. ആമേൻ. സന്തോഷമുള്ളവർ എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ആമേൻ. ഒരു സന്ധ്യ സമയം കൂടെ, ഒരു രാത്രി കൂടെ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയിരിക്കുന്നല്ലോ. ആമേൻ. ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഉപവാസ പ്രാർത്ഥനയുടെ ആമേൻ എന്റെ വ്യക്തിപരമായ ഉപവാസ പ്രാർത്ഥനയുടെ 34ാമത്തെ രാത്രിയിലാണ് ഞാൻ ആയിരിക്കുന്നത്. കഴിഞ്ഞ 34 പകലും അത്ഭുതകരമായി ജയത്തോടെ നടത്തിയ കർത്താവ് ഇന്ന് രാത്രിയിലും ബലത്തോടെ നിർത്തിയതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. പുറമെയുള്ള മനുഷ്യൻ ക്ഷയിക്കുമ്പോഴും അകമെയുള്ള മനുഷ്യൻ പുതുക്കം പ്രാപിച്ച് ശക്തിയോടെ ആമേൻ ആഞ്ഞടിക്കുന്ന പ്രതികൂലങ്ങളെ കണ്ട് ആമേൻ ഭയപ്പെട്ടിരിക്കാതെ ജയത്തോട് മുമ്പോട്ട് പോകുവാൻ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ പാകപിടുത്തെങ്കിൽ മുഴങ്കാൽ മടക്കുന്ന തന്റെ മക്കളെ ശക്തീകരിക്കുന്ന ദൈവം ഇന്ന് രാത്രിയിലും ശക്തിയോടെ ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കായി ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനത്തിന്റെ പ്രഭാഷകനായി ഇന്ന് രാത്രിയിലും എന്നെ നിർത്തിയ കർത്താവിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ശ്രോതാക്കളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിലുള്ള വന്ദനം ചൊല്ലിക്കൊണ്ട് ആമേൻ. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതായ ലോകത്ത് അനേകർ ഈ പകലിലും കണ്ണുനീരിലും ദുഃഖത്തിലും വിവിധ ആമേൻ പ്രയാസങ്ങളിലും അകപ്പെട്ടപ്പോൾ ഭയപ്പെടേണ്ട, എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് വാക്കു പറഞ്ഞ നല്ല കർത്താവ് കൂടെ ഇരുന്ന് അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിൽ ആമേൻ അടുത്തു വന്ന് സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഒരുക്കിയ അവസരത്തെ ഓർത്ത് നന്ദി പറയുകയാണ്. ഇന്ന് രാത്രി കുടുംബമായി അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. പാടുവാൻ കൃപ നൽകണം, ശുശ്രൂഷിപ്പാൻ കൃപ നൽകണം. ഇന്ന് രാത്രി ലൈവിൽ പങ്കെടുക്കുന്ന, ഈ മീറ്റിംഗിൽ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ സമയം ഈ ലൈവിൽ കടന്നു വന്നിരിക്കുന്നവരാരെന്ന് ഞാൻ അറിയുന്നില്ല. എന്നാൽ ഏത് രാജ്യത്തായിരുന്നാലും, ഏത് ഭവനത്തിലായിരുന്നാലും, ഏത് പ്രതികൂലത്തിന്റെ നടുവിലായിരുന്നാലും ആമേൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത് തുണയായി ഇറങ്ങി വന്ന് കരം പിടിച്ചുയർത്തുന്ന സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി അനുകൂലമായി ചലിക്കട്ടെ. ആമേൻ. ഭാരത്തോടായിരിക്കുന്നവർ, വേദനയോടായിരിക്കുന്നവർ, രോഗികളായിരിക്കുന്നവർ, ദുഃഖിതരായിരിക്കുന്നവർ ബലം പ്രാപിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഉയരത്തിലെ അഭിഷേകം ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ അങ്ങ് പകരുവാൻ ശക്തനാകയാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിലും ചില പാപികൾ ആമേൻ മനം തിരിയുവാൻ ഉതകത്തക്ക വിധത്തിൽ, ചില പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ ഇടയാകത്തക്ക വിധത്തിൽ, ചില രോഗികൾ സൗഖ്യമാകുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി അനുകൂലമായി ചലിക്കുവാൻ പോകുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് രാത്രി വചനം കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് അങ്ങയുടെ വചനം ശുശ്രൂഷിപ്പാനായിട്ട് ശക്തീകരിക്കണം. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷമുള്ളവർ ആമേൻ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നീ ഒരു വാക്ക് ആമേൻ കൽപ്പിച്ചാൽ മതി എന്റെ ജീവിതം മാറിടുവാൻ. ഹല്ലേലൂയ. ഒരു വാക്ക് ആമേൻ. ഇന്ന് രാത്രി യേശുവേ, എനിക്ക് വേണ്ടി നീ ഒരു വാക്ക് ആമേൻ കൽപ്പിക്കണമേ എന്ന്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അതെ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആശ്രയിക്കുന്നവരെ
ആമേൻ, അവൻ വിടുവിക്കുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആരെല്ലാം വിളിച്ചിട്ടുണ്ടോ, യേശുവിന്റെ നാമത്തിൽ ആരെല്ലാം ആശ്രയിച്ചിട്ടുണ്ടോ, അവരെല്ലാം സന്തോഷത്തോടെ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ചലിപ്പാൻ തക്കോണം തീർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. മരിച്ചവരെ ഉയർപ്പിച്ച നാമം യേശുവിന്റെ നാമമാണ്. ഹല്ലേലൂയ. രോഗികളെ വിടുവിച്ച നാമമാണ്, സൗഖ്യമാക്കിയ നാമമാണ് യേശുവിന്റെ നാമം. ഹല്ലേലൂയ. ആമേൻ. പടകിന് നേരെ ആഞ്ഞടിച്ച കൊടുങ്കാറ്റിനെ ആമേൻ വാക്കുകൊണ്ട് ശാന്തമാക്കിയ നാമമാണ് യേശുവിന്റെ നാമം. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, അതെ, നിന്റെ അവസ്ഥകൾ മാറ്റുവാൻ, ആമേൻ, അതെ, മറിക്കുവാൻ എന്ന് പറഞ്ഞാൽ ശത്രു ഉയർത്തിയിരിക്കുന്ന മതിലുകൾ അമർന്നു പോകത്തക്ക വിധത്തിൽ വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി നീ ആർക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ കൽപ്പിക്കുമ്പോൾ, അതെ, അത്ഭുതങ്ങൾ നടക്കുന്ന നാമമാണല്ലോ യേശുവിന്റെ നാമം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ യേശു ആമേൻ തന്റെ ശബ്ദം ആമേൻ ഒന്ന് കേൾപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്. ഹല്ലേലൂയ. ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ആരാധിച്ചതിന് ശേഷം സ്വർഗത്തിലെ വലിയവനായ ദൈവം ഇന്ന് രാത്രി പങ്കുവെക്കുവാൻ നൽകിയ വേദഭാഗം വായിച്ച് ആമേൻ അല്പസമയം ശുശ്രൂഷിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. സന്തോഷമുള്ളവർ ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജയം നമുക്കുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജയം നമുക്കുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സാത്താൻ വിരണ്ടോടും. അതേ സ്നേഹിത, ആമേൻ, നിന്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന സാത്താൻ, നീ യേശുവിന്റെ നാമത്തിൽ ആശ്രയിക്കുമ്പോൾ, യേശുവിന്റെ നാമം നീ ഉച്ചരിക്കുമ്പോൾ, ആമേൻ, സാത്താൻ നിന്നെ വിട്ട്, നിന്റെ കുടുംബത്തെ വിട്ട്, ആമേൻ, നിന്റെ തലമുറയെ വിട്ട് ഓടിപ്പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. ഇന്ന് രാത്രി ദൈവത്തോട് അടുപ്പിക്കുന്ന ആമേൻ സത്യവചനം, അതേ കേൾക്കുന്ന ശ്രോതാവേ, നിന്നെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ഉതകുന്ന ജീവന്റെ വചനം ഇന്ന് രാത്രി കേൾക്കുന്നതിന് മുമ്പ് ചേർന്ന് പാടിയാട്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജയം നമുക്കുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സാത്താൻ വിരണ്ടോടും. യേശുവിൻ നാമത്തിൽ നിന്നിടുമ്പോൾ ആർ നമുക്കെതിരായി നിന്നിടും. യേശുവിൻ നാമത്തിൽ നിന്നിടുമ്പോൾ ആർ നമുക്കെതിരായി നിന്നിടും. അമ്മേ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജയം നമുക്കുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജയം നമുക്കുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സാത്താൻ വിരണ്ടോടും. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ മുമ്പിലുള്ള ശത്രു ആമേൻ ഓടിപ്പോകുവാൻ ഇടയാകത്തക്ക വിധത്തിൽ യേശുവിന്റെ നാമത്തെ സകല നാമത്തിനും മേലായ നാമം കൊടുത്തുയർത്തിയ ആമേൻ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിനെ വിട്ട് സാത്താൻ ഓടിപ്പോകുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ആ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ നാം കൂടി വന്നപ്പോൾ ഹല്ലേലൂയ നമ്മുടെ നടുവിൽ ആമേൻ ഇറങ്ങി വന്ന ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ ആമേൻ ഒരിക്കൽ കൂടെ ആമേൻ പറഞ്ഞ് കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രിയിലെ വചനചിന്തയ്ക്ക് ആധാരമായി മീകാ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 8-ാം വാക്യമാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആമേൻ നമുക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. മീകാ പ്രവചനം ആമേൻ 6-ാം അധ്യായം 8-ാം വാക്യം. ആമേൻ. ഇന്ന് രാത്രിയിലും ഒരു ചോദ്യത്തോടു കൂടെയാണ് ദൈവവചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. ദൈവം നിങ്ങളെ എന്താണ് കാണിക്കുന്നത്?
ഹല്ലേലൂയ. ആമേൻ. ദൈവം എന്താണ് നിങ്ങളെ കാണിക്കുന്നത്? ഹല്ലേലൂയ. ആ ചോദ്യത്തിന്റെ പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. ദൈവം തന്റെ ഭക്തന്മാരെ ആമേൻ കാണിച്ച് ആമേൻ സംസാരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അബ്രഹാമിനെ വിളിച്ചിറക്കിയ ദൈവം. ഹല്ലേലൂയ. അബ്രഹാമിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക. ആമേൻ. ഹല്ലേലൂയ. കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്. ഹല്ലേലൂയ. അതെ, വിശ്വാസത്താൽ ചുവട് വെച്ച അബ്രഹാം. ഹല്ലേലൂയ. ആമേൻ. എങ്ങനെ ആ കാര്യം വിശ്വസിച്ച് ചുവട് വെക്കും? ഇന്ന് രാത്രി അതെ, നീ കാണാൻ പോകുന്ന സൗഖ്യം. ഹല്ലേലൂയ. നീ കാണാൻ പോകുന്ന ആ നന്മ. ഹല്ലേലൂയ. നീ കാണാൻ പോകുന്ന ആ വിശാലത. ആമേൻ. ഇന്ന് രാത്രി വിശ്വസിച്ച് കരമടിക്കാമോ? അബ്രഹാമേ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് അതെ വിടേണ്ടതിനെ വിട. ഇന്ന് രാത്രി ചില നന്മ അതെ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില വിടുതൽ നീ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രി വിശ്വാസത്തോടെ കാൽച്ചുവടുകളെ വെക്കുവാൻ ആമേൻ സമർപ്പണമുള്ളവർ അതെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വലിക്കുന്നവനുമായ യേശു കർത്താവിനെ ആമേൻ ശ്രദ്ധിച്ചു നോക്കി മുൻപോട്ട് പോകുവാൻ സമർപ്പിച്ചിരിക്കുന്നവർ ഇന്ന് രാത്രി ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അതെ, അബ്രഹാമിനെ കുറിച്ച് കാണുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക. ഹല്ലേലൂയ. ദേശം കണ്ടില്ല കേട്ടോ, കാണിപ്പാനിരിക്കുന്നേ ഉള്ളൂ. ആമേൻ. ഇന്ന് രാത്രിയിലും ചില സൗഖ്യത്തെ കുറിച്ച്, ചില വിടുതലിനെ കുറിച്ച്, ആമേൻ, ചില അഭിവൃദ്ധിയെ കുറിച്ച്, ആമേൻ, ചില ഉയർച്ചകളെ കുറിച്ച്, ആമേൻ, ചില നന്മകളെ കുറിച്ച് ആത്മാവിൽ വിളിച്ചു പറയുമ്പോൾ ആമേൻ അത് സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർ, ആമേൻ അത് സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രി അത് വിശ്വാസവും ഉറപ്പുമുള്ളവർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. അത് വിടേണ്ടതിനെ വിട്ടിറങ്ങിയ അബ്രഹാം. ഹല്ലേലൂയ. ചുവട് വെച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഒരു ദിവസം അബ്രഹാമിനെ ദൈവം ആമേൻ വെളിയിലേക്ക് ഇറക്കി. എന്നിട്ട് പറഞ്ഞു, നീ മേപ്പോട്ട് നോക്ക. ആമേൻ. അവൻ നോക്കി. ആമേൻ. ആകാശം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആകാശത്തെ ഉണ്ടാക്കിയവൻ, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞവൻ, ഉണ്ടാക്കിയവൻ അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നിന്റെ ജീവിത യാത്രയിൽ ഞാൻ നിന്നോട് പറഞ്ഞത് വിശ്വസിച്ച നാളിതുവരെ നീ ആമേൻ നിന്നത് ആമേൻ നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ മിടുക്ക് കൊണ്ടല്ല. ആമേൻ ആ വാഗ്ദത്തം വിശ്വസിച്ച് ചുവട് വെച്ച നിന്നെ ആ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാതിരിക്കുവാൻ നിന്റെ ജീവിത യാത്രയിൽ നിന്റെ ലക്ഷ്യത്തെ തെറ്റിക്കുന്ന ആമേൻ പൈശാചിക മണ്ഡലങ്ങൾ നിനക്കെതിരെ ആമേൻ പലതും ഉയർത്തിക്കൊണ്ട് വന്നപ്പോൾ അതിലൊന്നും നിന്റെ കണ്ണുടുക്കി ആമേൻ നീ നിന്റെ യാത്രയെ ആമേൻ അവസാനിപ്പിക്കാതെ എന്നെ വിശ്വസിച്ച ആമേൻ ഇറങ്ങി വന്ന് നീ മേപ്പോട്ട് നോക്കിക്കേ. എണ്ണാൻ പറ്റുമെങ്കിൽ എണ്ണിക്കോ. ഇതുപോലെ ഞാൻ നിനക്ക് തലമുറയെ തരാൻ പോകുകയാ. ആമേൻ വാഗ്ദത്തം കേട്ട് നാളുകളായി അതെ ചുവട് വെച്ച അബ്രഹാമിന് ആമേൻ അബ്രഹാം ഉറപ്പ് കൊടുക്കുകയാ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ അധികാരമുള്ള ഞാൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ആകാശവിധാനത്തിലെ നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണി തീർക്കാൻ പറ്റുമെങ്കിൽ തീർത്തോ. ഇതുപോലെ ഞാൻ നിനക്ക് തലമുറയെ തരാൻ പോകുകയാ. വിശ്വാസ കാൽച്ചുവടുകൾ വെച്ച അബ്രഹാമിനോട് തീർന്നില്ല. അവൻ നിൽക്കുന്ന ഭൂമിയെ നോക്കിയിട്ട് പറഞ്ഞു, ഓ കടൽക്കരയിലെ ആമേൻ അത് ആടിക്ക് പഞ്ചസാര മണൽ കൊണ്ട് അതിരിട്ട ആമേൻ ഞാൻ വാക്കിനാൽ ഉളവാക്കിയ മണൽ തരികളെ നിനക്ക് എണ്ണി തീർക്കാൻ പറ്റുമെങ്കിൽ തീർത്തോ. ഇതുപോലെ ഞാൻ നിനക്ക് തലമുറയെ തരുവാൻ പോകുകയാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വാസ ചുവടുകളെ വെക്കുന്ന സഹോദര സഹോദരി, മാതാവേ, അഭിഷക്തനെ ആമേൻ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയെ ആമേൻ കാണിച്ച് വാഗ്ദത്തത്തെ ഉറപ്പിക്കുകയാ. ഉറപ്പിച്ച ദൈവം ആമേൻ പാഴ്വാക്ക് പറഞ്ഞതല്ല. ആമേൻ ആ വാഗ്ദത്തം പോലെ ആമേൻ തലമുറകളെ നൽകി. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിലൂടെ ജാതികൾക്ക് വരേണ്ടതിന് ആമേൻ അബ്രഹാമിന്റെ വാഗ്ദത്തം കൊടുത്ത് ഇറക്കിയ ദൈവം ഇന്ന് രാത്രി നിന്നെയും വിളിച്ച ആ വിളികൾക്ക് ഇറങ്ങി തിരിച്ച നിന്നിലൂടെ അത് നിറവേറുവാനുള്ള വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്താതിരിക്കുവാൻ നിനക്ക് മുമ്പിൽ ഉയരുന്ന തിരമാലകൾ പോലെയുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ നീ കഴിക്കുന്ന ആഹാരത്തിന്റെ ബലം കൊണ്ട് ഒക്കത്തില്ല. നീ നേടിയെടുത്ത വിദ്യാഭ്യാസം അതിന്റെ വലിപ്പം, അതിന്റെ കഴിവ്, നീ സമ്പാദിച്ച ആ സമ്പത്ത് ഇതുകൊണ്ടൊന്നും
ഇന്ന് നീ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നത്തെ നിനക്ക് അതിജീവിക്കുവാൻ കഴിയത്തില്ല. വാഗ്ദത്തമുള്ള അഭിഷക്തനെ, വാഗ്ദത്തമുള്ള മാതാവേ, വാഗ്ദത്തമുള്ള സഹോദര, കൂടപ്പറപ്പേ, വാഗ്ദത്തമുള്ള നിനക്ക് ഉയരത്തിലെ അഭിഷേകം വേണം, ഉയരത്തിലെ ശക്തി വേണം. എങ്കിൽ മാത്രമേ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രതികൂലത്തിന്റെ മുമ്പിൽ ആമേ തകർന്നു പോകുവാൻ ഇടയാകാതെ ശക്തിയോടെ മുന്നോട്ട് പോയി ആ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നിനക്ക് എത്തുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി വാഗ്ദത്തമുള്ളവർ അവന്റെ സന്നിധിയിൽ കാത്തിരിക്കുവാൻ തയ്യാറെങ്കിൽ അവൻ കാത്തിരിക്കുന്നവന് ശക്തീകരിക്കുന്ന ദൈവ പ്രശ്നത്തിന്റെ മീതെ പറന്നുയരുന്ന ഒരു കഴുകനെ പോലെ ഉയർന്നു പറക്കുക. ഉയരങ്ങളിലേക്ക് നിന്നെ കൈപിടിച്ചുയർത്തുന്ന സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച യേശു കർത്താവ് ഇന്ന് രാത്രി അവൻ നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതങ്ങളെ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർ ആമേൻ പറഞ്ഞ് കരമടിച്ച കർത്താവിന്റെ മഹത്വം കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത ദൈവം, ഹല്ലേലൂയ, വിശ്വാസത്താൽ കാൽച്ചുവടുകൾ വെച്ച് അബ്രഹാമിന് ഉറപ്പ് കൊടുക്കുകയാ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. വിശ്വാസത്താൽ ഇറങ്ങിത്തിരിച്ച ദൈവത്തിന്റെ പൈതലെ ഉറപ്പിനു വേണ്ടി ആമേൻ എന്തെല്ലാം നിന്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തി, എന്തെല്ലാം ദൈവം ഉറപ്പിനു വേണ്ടി നൽകി തന്നു. അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നവനെ അധികത്തിന് വിചാരകനാക്കുന്ന ദൈവം നിന്റെ മിനിസ്ട്രിയുടെ മുമ്പേ, നിന്റെ ശുശ്രൂഷയുടെ മുമ്പേ, ആമേൻ നിന്റെ വിദ്യാഭ്യാസ മേഖലയെ, നിന്റെ കുടുംബ ജീവിതത്തെ, നിന്റെ ജോലി മേഖലയെ, നിനക്ക് ഉറപ്പിനു വേണ്ടി ആമേൻ ദൈവം കാണിച്ചിരിക്കുന്ന ആ അടയാളമില്ലേ, ആ ദർശനമില്ലേ, ആ വാഗ്ദത്തമില്ലേ, ആ ആലോചനയില്ലേ, ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ നിന്നെ ഓർപ്പിച്ചുണർത്തി. ആമേൻ അവൻ കബളിപ്പിക്കുന്ന ദൈവമല്ല, അവൻ നിത്യദൈവം, സത്യദൈവം. ആമേൻ അവൻ ബോഷ്ക്ക് പറയുന്ന ദൈവമല്ല, അവൻ ഉവെന്ന് മാത്രം പറയുന്ന ദൈവം. ആര് മാറിയാലും, ആര് ഒതുക്കാൻ നോക്കിയാലും, ആര് തകർക്കാൻ നോക്കിയാലും, ആമേൻ വിളികളിൽ ഇറങ്ങിത്തിരിച്ച ആമേൻ ദൈവം പൈതലേ, നിന്നെ ഒതുക്കാൻ നോക്കുന്ന ശത്രുവിനെ നിന്നെ വിട്ടുകൊടുക്കാതെ തമ്പുരാന്റെ പദ്ധതിയുടെ ഭാഗമായി മുന്നോട്ട് പോകുക നിന്നെ ശക്തീകരിക്കുന്ന ദൈവം ഇന്ന് രാത്രിയോ വിശ്വസിക്കുന്ന നിന്നെ ക്ഷീണിപ്പിക്കുന്ന, നിന്നെ തകർക്കാൻ നോക്കുന്ന സകല പ്രതികൂലത്തിന്റെ നടുവിലും ഇറങ്ങി വന്ന് നിന്നെ കൈപിടിച്ച് ഉയർത്തി മാനിപ്പാൻ ദൈവം വിശ്വസിക്കുന്നവൻ ആമേൻ പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ആമേൻ ആദ്യം വിളി കേട്ടിറങ്ങി തിരിച്ച അബ്രഹാം, ഹല്ലേലൂയ, അവൻ വിശ്വാസത്താലാണ് ചുവട് വെച്ചത്. ഇന്ന് രാത്രി നീ കേട്ടുകൊണ്ടിരിക്കുന്ന വാചനം വിശ്വസിക്കുക, അത് വിശ്വസിക്കുക മാത്രം ചെയ്യ്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് രാത്രി കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രേ നീ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാണാത്ത കാര്യങ്ങളെ കുറിച്ചാണെങ്കിൽ നീ അത് കാണാൻ പോകുകയാ. നിന്റെ വിശ്വാസം വർദ്ധിക്കട്ടെ. അത് നിന്റെ തലമുറയ്ക്ക് വേണ്ടി ആരും തുറക്കാത്ത വാതിൽ സ്വർഗം തുറക്കുന്നു. അവൻ നിന്റെ കയ്യിൽ പരിമിതിയുണ്ട്, അവൻ നിന്റെ കുടുംബത്തിന് പരിമിതിയുണ്ട്. എന്നാൽ പരിമിതി ഇല്ലാത്ത ഒരു അപ്പന് നിനക്കറിയാമല്ലോ. അവന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി കരയുന്ന മാതാവേ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി പരിമിതി ഇല്ലാതെ കൊടുക്കുവാൻ ശക്തനായ സ്വർഗത്തില് അവൻ പണ്ണാന് നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി തുറക്കുവാൻ ശക്തിയുള്ളത്. ഹല്ലേലൂയ. അവൻ ഇന്ന് ആരും തുറക്കാത്ത ആമേൻ ഉറവ, അത് നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ കൂടപ്പുറത്തിന് വേണ്ടി തുറക്കുവാൻ ശക്തനായവൻ. ഹല്ലേലൂയ. വായിക്കാം. ആമേൻ. ദൈവം നിങ്ങളെ എന്താണ് കാണിക്കുന്നത്? ഹല്ലേലൂയ. മനുഷ്യ നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഇന്ന് രാത്രി മനുഷ്യ നല്ലത് എന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഇന്ന് രാത്രി ഒരു മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ നല്ലത് കാണിക്കുവാൻ കഴിയുന്ന ഒരുവരെ ഉള്ളൂ. ഹല്ലേലൂയ. ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ എന്ന് പറഞ്ഞവൻ. ഹല്ലേലൂയ. ഏതു മനുഷ്യനെ പ്രകാശിപ്പിക്കുവാൻ സത്യ വെളിച്ചമായി ഈ ഭൂമിയിലേക്ക് വന്നവൻ. ഹല്ലേലൂയ. മനുഷ്യ നല്ലത് എന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ആമേൻ. ന്യായം പ്രവർത്തിക്കണം കേട്ടോ. ആമേൻ. അന്യായം പ്രവർത്തിക്കരുത്. ആമേൻ. കൂടപ്പുറപ്പിനോട്, ദേശക്കാരോട്, അയൽവക്കക്കാരോട്, ആമേൻ, കൂടെ പഠിച്ചവരോട്, കൂടെ ജോലി ചെയ്യുന്നവരോട് പാര വെക്കരുതെന്ന്
ആമേൻ, അന്യായം ചെയ്യരുതെന്ന്, അനീതി ചെയ്യരുതെന്ന്, ന്യായം പ്രവർത്തിക്കണം. ന്യായം. ഇന്ന് പകലിലും അവസരം ലഭിച്ചപ്പോ ആമേൻ, അതെ, കുതികാല് വെട്ടാനാണോ നീ ശ്രമിച്ചത്? ആമേൻ, അവസരം കിട്ടിയപ്പോ ആമേൻ, അന്യായം ചെയ്യാനാണോ നീ തയ്യാറായത്? ഇന്ന് രാത്രി മനുഷ്യ, ദൈവം അതെ നിനക്ക് നല്ലത് കാണിച്ചു തരുന്നു. എന്താ നല്ലത്? ന്യായം പ്രവർത്തിക്കുക. ന്യായം. അതെ, കുടുംബസ്ഥനായിരിക്കുന്നെങ്കിൽ ഭാര്യയോട് ന്യായമായിട്ട്, ഭർത്താവിനോട് ന്യായമായിട്ട്, മക്കളോട് ന്യായമായിട്ട്, അപ്പൻ അമ്മമാർ മക്കൾ പരസ്പരം ന്യായമായത് ചെയ്യുക. ഹല്ലേലൂയ. ഉലകത്തിൽ ആമേൻ കാണിച്ചു തന്ന ഒരുവനുണ്ടെങ്കിൽ അത് പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച ഏക നാമമായ യേശു മാത്രമാണ്. ഹല്ലേലൂയ. ആമേൻ. അതെ, ദയാ താല്പര്യനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധി, ആ ദൈവത്തിന്റെ സന്നിധിയിൽ എങ്ങനെ നടക്കണം? അഹങ്കാരത്തോടെ നടക്കണം. എനിക്ക് പഠിപ്പുണ്ട്, എനിക്ക് കഴിവുണ്ട്, എനിക്ക് പ്രാപ്തിയുണ്ട്, ആമേൻ, അപ്പനപ്പൂപ്പന്മാർ സമ്പാദിച്ചിട്ട സ്വത്തുണ്ട്, ഇങ്ങനെ അഹങ്കരിച്ച് നടക്കാനല്ല ആമേൻ മനുഷ്യ നല്ലത് എന്തെന്ന് നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. നിനക്ക് വിദ്യാഭ്യാസമുണ്ടെങ്കിൽ നല്ലത്, നിനക്ക് കഴിവുണ്ടെങ്കിൽ നല്ലത്, നിനക്ക് സൗന്ദര്യമുണ്ടെങ്കിൽ നല്ലത്, നിനക്ക് പേരും പ്രശംസയും ഉണ്ടെങ്കിൽ നല്ലത്. അതിന്റെ പേരിൽ നീ അഹങ്കരിക്കരുതെന്ന്. ഹല്ലേലൂയ. അഹങ്കാരം ആമേൻ നിന്നെ അധപതനത്തിലേക്ക് എത്തിക്കത്തുള്ളൂ. അഹങ്കരിച്ചവരല്ല കൂപ്പുകുത്തി വീടുകൊണ്ടിരിക്കുകയാ. നമുക്കറിയാം, ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ അതിന്റെ കന്യ യാത്രയിൽ ആമേൻ അതെ മുങ്ങിപ്പോയി. ആമേൻ, ഇന്ന് പലരും മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാ. അഹങ്കരിക്കരുതേ. ഇന്ന് രാത്രി മനുഷ്യ നല്ലതെന്തെന്ന് ദൈവം നിനക്ക് കാണിച്ചു തരുന്നു. എന്താണ്? താഴ്മയോടെ നടക്കണം. ഹല്ലേലൂയ. താഴ്മ, എളിമ. ഹല്ലേലൂയ. അടുത്തത് അല്ലാതെ എന്താ നിന്നോട് യഹോവ ചോദിക്കുന്നത്? നിന്റെ പണം ചോദിക്കുന്നുണ്ടോ? ആമേൻ. നിന്റെ വസ്തുവകകൾ ചോദിക്കുന്നുണ്ടോ? ആമേൻ. നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം എന്റെ ദൈവത്തിന് ആവശ്യമില്ല. ആമേൻ. നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു വസ്തുവകകളും ദൈവം ചോദിക്കുന്നില്ല. ആമേൻ. ദൈവം എന്താ നിനക്ക് കാണിച്ചു തരുന്നത്? ദൈവം എന്താ നിന്നോട് ആവശ്യപ്പെടുന്നത്? ഹല്ലേലൂയ. താഴ്മയോട് നടപ്പാനല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? അഹങ്കരിക്കരുതേ. അഹങ്കാരത്തിന്റെ കൂലി വാങ്ങി അനേകരെ തകർന്നുകൊണ്ടിരിക്കുമ്പോ ഇന്ന് രാത്രി തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവരായിരിക്കുന്ന സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് അയച്ച കർത്താവായ യേശു ക്രിസ്തു അത് ക്രൂശിലെ മരണത്തോട് അത് തന്നെത്താൻ താഴ്ത്തി അനുസരണമുള്ളവരായതുകൊണ്ട് സകല നാമത്തിനും മേലായ നാമം നൽകി അവന്റെ ഈ ലോകത്തിലെ വളർത്തപ്പൻ യോസേഫ് ഉയർത്തിയെന്നല്ല, അവനെ പ്രസവിക്കുവാൻ അവൻ ഗർഭപാത്രം അവൻ വിട്ടുകൊടുത്ത മറിയ ഉയർത്തിയെന്നല്ല, അവനെ ലാളിച്ചും അതെ സ്നേഹിച്ചും വളർത്തിയ കസിൻ ബ്രദർ കസിൻ സിസ്റ്റർ കൂട്ടുകുടുംബം അവൻ ഉയർത്തിയെന്നല്ല, അവൻ പഠിച്ച സ്കൂളിലെ അധ്യാപകൻ ഉയർത്തിയെന്നല്ല, അവൻ ദേശത്തിന്റെ പൗരനായതുകൊണ്ട് ആ പൗരനായ ആ ദേശത്തിന്റെ തലവൻ അവനെ ഉയർത്തിയെന്നല്ല, പരിശുദ്ധനായ ദൈവം അവൻ മറിയയുടെ ഉദരത്തിൽ ആത്മാവിന് അയച്ച സ്വർഗത്തിലെ ദൈവത്തിന്റെ മുമ്പിൽ അവൻ താഴ്മയുള്ളവനായി അതെ ക്രൂശിലെ മരണത്തോട് അവൻ സമർപ്പിക്കപ്പെട്ടതുകൊണ്ട് സമർപ്പിക്കപ്പെടുക മാത്രമല്ല സമസ്ത മേഖലകളിൽ അവൻ ജീവിക്കുവാൻ തയ്യാറായതുകൊണ്ട് ഉലകത്തിൽ അവൻ മേലായ നാമം നൽകി പിതാവായ ദൈവം അവനെ ഉയർത്തി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നിന്റെ വീട്ടിൽ നിനക്ക് താഴ്മയോടെ നടക്കാൻ കഴിയുമോ? നിന്റെ നാട്ടിൽ നിനക്ക് താഴ്മയോടെ നടക്കുവാൻ കഴിയുമോ? നിന്റെ കൂടപ്പുറപ്പിന്റെ മുമ്പിൽ നിന്റെ ദേശക്കാരുടെ മുമ്പിൽ നീ ഏത് രാജ്യത്തുമാകട്ടെ അഹങ്കരിക്കുക ഒരുപാട് പലതും നിനക്ക് കണ്ടേക്കാം. അവൻ അഹങ്കരിച്ച ദൂതനെ വെട്ടി താഴെയിട്ട സ്വർഗത്തിലെ ദൈവം അവൻ ഇന്നും അനേകരെ അതെ കുപ്പുകുത്തി വീണ നിലപരിചയായിക്കൊണ്ടിരിക്കുമ്പോ അവൻ സകല നാമത്തിന് മേലായ നാമം കൊടുത്ത് ഉയർത്തിയ യേശുവിന് അവൻ ഇവിടെ സ്വപ്നം കൊടുക്കാതെ അവനെ തകർത്ത് കളയുവാൻ പദ്ധതിയിട്ട ദുഷ്ടലോകത്ത് ആ പദ്ധതിയെ പൊളിച്ച് അയച്ചവന്റെ യുദ്ധം ചെയ്യുവാൻ സമർപ്പിച്ചവര് പിതാവായ ദൈവം
ഉയർത്തിയെങ്കിൽ എന്ന് രാത്രി സമർപ്പണത്തോടെ അവൻ വിളിച്ചവന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അവനെ പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായി നീ ജീവിക്കുന്ന ഒരു ദൈവമൈതലല്ലേ. നിന്റെ തകർച്ച കാണുവാൻ, നിന്നെ ഇല്ലാതാക്കുവാൻ, അവൻ നിന്നെ നശിപ്പിക്കുവാൻ, നിനക്കെതിരെ അവൻ അലയൊടിച്ച് ഉയരുന്ന തിരമാലകൾ കണ്ട നീ പേടിക്കണ്ട. അവൻ ജയത്തോടെ നടത്തുവാൻ ശക്തനായവൻ ഇന്ന് രാത്രി നിന്നോട് ഇടപെടുന്നതാ, നിന്നോട് ആമേൻ അതെ ആമേൻ വെളിപ്പെടുത്തുന്നതാ. നീ മനസ്സിലാക്കി ജീവിക്കാൻ തയ്യാറാകുക. ഒരു ഉയർച്ച നിന്റെ ജീവിതത്തിൽ അത് കടന്നു വരികയാണ്. നിന്റെ തലമുറ ഉയരാൻ പോകുകയാണ്. നിന്റെ ഭാവി ധന്യമായി തീരാൻ പോകുകയാണ്. അവൻ നിനക്കൊരു ശുഭയാത്രയുണ്ടാ. ഇന്ന് രാത്രി കൂട്ടുകൂടി ഇമ്പമായി വാഴുന്ന ഭൂമിയിലെ സ്വർഗമായ ഭവനം, ആ ഭവനത്തിന്റെ കണ്ണുനീരും ദുഃഖവും നിരാശയും തളം കെട്ടി നിൽക്കുകയാണെങ്കിൽ അവൻ കുടുംബത്തിന്റെ നാഥൻ യേശുവാണെങ്കിൽ, അവൻ യേശുവിന്റെ നാമം നിന്റെ വീട്ടിൽ നീ ഉച്ചരിക്കുന്നുണ്ടെങ്കിൽ അവന്റെ സമാധാനം, അവന്റെ സന്തോഷം അവൻ നിന്റെ ജീവിതത്തിൽ നിന്റെ വീട്ടിനകത്ത് അവൻ അതെ തലമുറയിൽ അത് അനുഭവിക്കുവാൻ പോകുക. വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് ഹല്ലേലൂയ. മനുഷ്യ നല്ലത് അവൻ നിനക്ക് കാണിച്ചു തന്നു. നീതിയോടും കാരുണ്യത്തോടും സ്നേഹത്തോടും നിന്റെ ദൈവത്തോട് താഴ്മയോടെ നടക്കുവാനും, ഹല്ലേലൂയ, ദൈവത്തിന്റെ മുമ്പാകെ അത് താഴ്മയോട് നടക്കുവാനും. ഹല്ലേലൂയ. അല്ലാതെ യഹോവ എന്താ ആവശ്യപ്പെടുന്നത്? ആമേൻ, നീ കുറെ പൈസ കൊടുത്തത് കൊണ്ടായില്ലല്ലേ. പൈസ കൊടുത്താലും നിനക്ക് താഴ്മയില്ലെങ്കിൽ നീ കൊടുത്തത് വെറുതെ ആകും. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഇന്ന് രാത്രി നീ കൊടുക്കുന്നത് നല്ലതാ. ആമേൻ. അബ്രഹാം ആമേൻ വീട്ടിലേക്ക് വന്ന ദൂതന്മാർക്ക് ആഹാരം കൊടുത്തു, അല്ലേ? താഴ്മയോടെ കൊടുത്ത്. ഹല്ലേലൂയ. ആ വീട്ടിലേക്ക് വന്ന ആ ദൂതന്മാരെ ദൂരേന്ന് കണ്ടപ്പോ ആമേൻ ഇതിനായിട്ടല്ലോ വീട്ടിലേക്ക് വന്നത്. നോക്കണേ, ആമേൻ ഓടിച്ചെന്ന് ആമേൻ അല്പം വെള്ളം കൊണ്ടുവന്ന് കാല് കഴുകി. ആമേൻ. എന്നിട്ട് ആമേൻ തന്റെ ഭാര്യയുടെ അടുത്ത് ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, വേഗം ആമേൻ മൂന്നിടങ്ങളിൽ മാവെടുക്ക്. അയ്യോ, എന്ത് വയറായിരിക്കും ആമേൻ ആ വന്ന ദൂതന്മാർക്ക്. കാരണം ഒരിടങ്ങഴി മാവിന്റെ തന്നെ ആഹാരം കഴിക്കാൻ. ഹല്ലേലൂയ. ആമേൻ. നമ്മളെ കൊണ്ടൊക്കത്തില്ല. അപ്പൊ മൂന്നിടങ്ങഴി ആമേൻ. നോക്കണേ, ആമേൻ വന്നവരുടെ ആവശ്യത്തിൽ അപ്പുറം ആമേൻ അതെ താഴ്മയുള്ള അബ്രഹാം കൊടുക്കാൻ അതെ മനസ്സുള്ളവർ. ഹല്ലേലൂയ. ഐശ്വര്യമായ അനുഗ്രഹത്തിന് ഉടമയാകുക മാത്രമല്ല, അബ്രഹാമിന്റെ അനുഗ്രഹം ആമേൻ ജാതികൾക്ക് ക്രിസ്തു യേശുവിലൂടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ അബ്രഹാം കേട്ട വാഗ്ദത്തത്തിന്റെ നിവൃത്തിയാണ് ഞാനെന്ന് തിരിച്ചറിയുന്നവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആമേൻ സർവശക്തനായ ദൈവം ഹല്ലേലൂയ ആമേൻ കാണിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നതിനെ കുറിച്ച് ദൈവത്തിന്റെ ജനം ശരിക്കും അറിവുള്ളവരായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. ഹല്ലേലൂയ. അവർ എങ്ങനെ പെരുമാറണമെന്ന് അവൻ ആവർത്തിച്ചു പറഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. വായിക്കാം പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 1 മുതൽ ആമേൻ 17 വരെയുള്ള വാക്യം. ഒരു പക്ഷേ ഇന്ന് രാത്രി ഇത് കേൾക്കുമ്പോ ബൈബിൾ അടച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ നെറ്റ് ഓഫ് ചെയ്തിട്ട് ആമേൻ പോകാൻ വേണ്ടി അകത്ത് ആമേൻ ആരോ പറയുന്നുണ്ടാകും. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ആമേൻ നിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ അതെ നടക്കാൻ പോകുകയാ. അതുകൊണ്ട് ആ പിശാച് നിന്നോട് അങ്ങനെ ഇടപെടുന്നത്. ഇന്ന് രാത്രി നീ കേൾക്കാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. ദൈവം ഈ വചനങ്ങളൊക്കെയും അരുളി ചെയ്തു. ആമേൻ. ഇന്ന് രാത്രി വചനം ആമേൻ ആയവൻ ഹല്ലേലൂയ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തവൻ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലേക്ക് ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കാൻ പോവുകയാണ്. ആമേൻ പറയാമോ? ഹല്ലേലൂയ. 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 അതെ പഞ്ചായത്ത് പ്രസിഡന്റോ ഹല്ലേലൂയ അതെ അതെ ജില്ലയെ ഭരിക്കുന്ന ആമേൻ കളക്ടറേറ്റിലെ കളക്ടറോ അല്ലെങ്കിൽ ആമേൻ നമ്മുടെ സംസ്ഥാനത്തെ ഭരിക്കുന്ന മന്ത്രിയോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഭരിക്കുന്ന മന്ത്രിമാരോ അല്ല. ഇന്ന് രാത്രി നിന്റെ വീട്ടിലേക്ക് വരാൻ പോകുന്നത് അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാം ദൈവത്തിന്റെ അതെ പുത്രനായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് ആമേൻ വചനമായി ആമേൻ ഓരോ വീടുകളിലും എത്തിയവൻ. ഹല്ലേലൂയ. എന്നാൽ അവൻ വന്ന് ഇവിടുന്ന് പോയതിനു ശേഷം ഇന്നും ഈ വചനമായി ഓരോ വീടുകളിലും വന്നുകൊണ്ടിരിക്കുന്നവൻ ഇന്ന് രാത്രി അത് നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. ഒന്ന്, ദൈവം ഈ വചനങ്ങളൊക്കെയും അരുളി ചെയ്തു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില അരുളപ്പാട് നീ കേൾക്കാൻ പോകുകയാണ്. ആമേൻ. അടിമ വീടായ മിസ്രൈം
മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവം ആകുന്നു. ഇന്ന് രാത്രി അടിമത്വത്തിൽ കിടക്കുന്ന ആരെങ്കിലും ആമേൻ ഈ സന്ദേശം, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ നീ വിശ്വസിക്കുക. നിന്റെ കഷ്ടത കണ്ട, നിന്റെ വേദന കണ്ട, നിന്റെ സങ്കടം അറിഞ്ഞ് ആമേൻ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് അടിമ വീടായ ആ മിസ്രയീമിൽ നിന്ന് ആമേൻ പുറത്തേക്ക് അതെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇറങ്ങി വന്നെന്ന്. അങ്ങനെയെങ്കിൽ 2020 വർഷങ്ങൾക്ക് മുമ്പ് ആമേൻ നീ അഭിമുഖീകരിക്കുന്ന ഈ അടിമത്വത്തിൽ നിന്ന് നിനക്കൊരു മോചനം, നിനക്കൊരു സ്വാതന്ത്ര്യം നൽകുവാനായി യേശു ഇറങ്ങി വന്നു. ആമേൻ ഇന്നും നീ അടിമത്വത്തിലാണെങ്കിൽ ഇന്ന് രാത്രി ആമേൻ വിശ്വസിക്കുക, നിന്നെ ഈ അടിമത്വത്തിനകത്ത് നിന്ന് പുറത്തേക്ക് നയിക്കുവാനാണ് യേശു ഇറങ്ങി വന്നത്. നീ വിശ്വസിക്കുക. യേശുവിന്റെ നാമത്തിൽ നിന്നെ അടിമയാക്കി വെച്ചിരിക്കുന്ന സകല പാതാള ഗോപുരത്തിന്റെ ശക്തികളും സകല മന്ത്രവാദ ആഭിചാര സൂചന പ്രയോഗങ്ങളുടെ ശക്തികളും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ തകർന്നു വീഴുക. അവൻ നീ സ്വതന്ത്രനാകുക. നീ വിശ്വസിക്കമാകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടിമത്വത്തിനകത്ത് നിന്ന് പുറത്തെടുക്കുവാൻ അധികാരമുള്ളവനാണ് യേശു. ആമേൻ, ആമേൻ. എന്നാൽ നാം വായിച്ച വേദഭാഗത്തിനകത്ത് ആമേൻ അടിമ വീടായ മിസ്രയീമിൽ നിന്ന് വിടുവിക്കുവാനായി അവിടേക്ക് ഇറങ്ങി ചെന്നത് മോശയിലൂടെയാണ്. അങ്ങനെയെങ്കിൽ നിന്റെ ആമേൻ കൂടപ്പുറപ്പാകട്ടെ, നിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു പോയ തലമുറയാകട്ടെ, അല്ല ആമേൻ നിന്റെ കൂടെ പറന്ന ആരെങ്കിലും ആയിക്കോട്ടെ, അല്ല നിന്റെ കൂടെ പഠിച്ചവരാകട്ടെ, പലതിലും അടിമയായി, അതെ മദ്യത്തിനാകാം, ദുശീലങ്ങൾക്കാകാം, ആമേൻ അതെ മറ്റ് അശ്ലീലമായ കാര്യങ്ങൾക്കാകാം, ആമേൻ പാപ പ്രവൃത്തികൾക്കാകാം, ആമേൻ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. എത്രയോ പ്രാവശ്യം നിന്നെ ഓർപ്പിച്ചു. ഇന്നും അതിനകത്ത് ഒരു വിടുതൽ ഉണ്ടായിട്ടില്ലെങ്കിൽ അഭിഷിക്ത ദാസരെ, സഹോദരി, മാതാവേ, കുഞ്ഞെ, മോശെ ഉപയോഗിച്ച ദൈവം ഈ കാലഘട്ടങ്ങളിൽ നിന്നെ ഉപയോഗിക്കുവാൻ പദ്ധതിയുള്ളത് കൊണ്ട് യേശു നിന്നെ വിളിച്ചു. അവന്റെ അഭിഷേകം പ്രാപിക്കുക. അവന്റെ വചനം നിന്നെ കേൾപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രി അവന് ഒഴിഞ്ഞു മാറാതെ, ഒഴിവ് കഴിവ് പറയാതെ, ഒഴിവ് കഴിവ് പറഞ്ഞു നോക്കിയ മോശയോട് സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഞാനാകുന്നവൻ, ഞാനാകുന്നവൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ മോക്ഷത്തമായതിനെ ഹല്ലേലൂയ ആമേൻ ഉപയോഗിക്കുവാൻ അതെ ശക്തനായവൻ. ഹല്ലേലൂയ. ബലഹീനമായതിനെ ആമേൻ ഉപയോഗിക്കുവാൻ ശക്തനായവൻ. ആമേൻ തടിച്ച നാവ ഒഴിഞ്ഞു മാറാൻ നോക്കി. ഇന്ന് രാത്രി ഒഴിവ് പറഞ്ഞ് മാറാൻ നോക്കുന്ന ആമേൻ അതെ അഭിഷക്തരെ, സഹോദരി, ആമേൻ മാതാവേ, നിന്നോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ലോകം നിന്നെ വേണ്ട എന്ന് വെക്കുമ്പോ, ലോകം നിന്നെ പുച്ഛിച്ച് തള്ളുമ്പോ, ലോകം നിന്നെ തകർക്കാൻ നോക്കുമ്പോ, അതെ തകർച്ചയിൽ കിടക്കുന്ന ഒരു കൂട്ടത്തെ അടിമത്തത്തിൽ നിന്ന് പുറത്തെടുക്കുക എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ഇന്ന് രാത്രി എത്ര പേർ അവന്റെ ശബ്ദത്തെ സമർപ്പിക്കുവാൻ തയ്യാറാ? ഓ ഇവന്റെ ശബ്ദം വേണ്ടും പോലെ സംസാരിക്കാൻ അറിയില്ല. ആമേൻ വേണ്ടും പോലെ പഠിക്കാനുള്ള അവസരം കിട്ടിയില്ല. ആമേൻ വേണ്ടും പോലുള്ള ഗ്രാമർ ഇല്ല, വേണ്ടും പോലുള്ള സൗകര്യമില്ല, വേണ്ടും പോലുള്ള പണമില്ല. എന്റെ കുടുംബത്തിൽ ആരും എനിക്ക് മുമ്പ് ഇതുപോലെ അത് കണ്ടിട്ടില്ല. എന്നാൽ ഇന്ന് രാത്രി നിന്നോട് സ്വർഗം പറയുന്നു, അവൻ നിന്റെ കുടുംബത്തിൽ ആരുമില്ലെങ്കിലോ നിന്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് വേണ്ടി പുറപ്പെടുക. അമ്മയുടെ ഉദരത്തിൽ ഊരുവാകുന്നതിന് മുമ്പ് നിന്നെ ഞാൻ കണ്ടിരിക്കുക. ഇന്ന് രാത്രി ആമേൻ ന്യായമായി നടക്കുവാൻ, താഴ്മയോടെ നടക്കുവാൻ നീ തയ്യാറാണെങ്കിൽ നിന്നിലൂടെ ഈ കാലഘട്ടങ്ങളിൽ പണമുള്ളവർക്കോ വിദ്യാഭ്യാസമുള്ളവർക്കോ തത്വജ്ഞാനികൾക്കോ ആമേൻ അതെ എഴുത്തുകാർക്കോ പരിഹരിക്കപ്പെടുവാൻ പറ്റാത്ത വിഷയങ്ങൾ മനുഷ്യരെ തകർത്തുകൊണ്ടിരിക്കുമ്പോ തകർക്കുന്നവരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന ഒരഭിഷേകരാൽ നീ തലമുറയിൽ നിന്നെ ഉപയോഗിക്കുക. സ്വർഗ്ഗത്തിന്റെ കണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവ കരപടിക്കുന്ന കർത്താവിന്റെ മഹത്വത്തോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് അടിമ വീടായ മിസ്രയീമിൽ കിടക്കുന്ന ആമേൻ ജനത്തെ പുറത്തേക്ക് നയിക്കുവാൻ ലോകത്തിൽ ശക്തന്മാരായവർ, ആമേൻ അതെ ആമേൻ യുദ്ധമറിയാവുന്നവർ, കുന്തം എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയുന്നവർ, രഥം എങ്ങനെ ഓടിക്കണമെന്ന് അറിയുന്നവർ, ആമേൻ അനവധി നിരവധി ഉണ്ടായ ആ രാജ്യത്ത്
രാജ്യത്ത്, ആ ദേശത്ത് ആമേൻ ആരെയും കണ്ടില്ല. അതെ, മോശയാണ് കണ്ടത്. ഇന്ന് രാത്രി ആമേൻ ആരുമില്ലാഞ്ഞിട്ടല്ല സഹോദരി, അന്ന് കഴിവുള്ളവ, പ്രാപ്തിയുള്ളവ, ആമേൻ ബലമുള്ളവ, ജ്ഞാനമുള്ളവ, ഡിഗ്രിയുള്ളവ, ഓ അനവധി നിരവധി ചുറ്റുപാടുകൊണ്ട്. എന്നാൽ ഓ വിടുതൽ അത് നിന്നിലൂടെയാണ് അത് ചെയ്യുവാൻ ഞാൻ കണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ആമേൻ. സ്വന്തം അമ്മയുടെ കൂടെ ചൂടുപറ്റി കിടക്കേണ്ട ആമേൻ മോശയ്ക്ക് ആമേൻ അത് നഷ്ടമായി. ആമേൻ പലതും നഷ്ടപ്പെട്ടു. ബാല്യത്തിൽ, യൗവനത്തിൽ, വിവാഹത്തിൽ ആമേൻ നീ ആഗ്രഹിച്ചത് അമ്മയുടെ ചൂടുപറ്റി കിടക്കാനല്ലേ? ആമേൻ വീട്ടിൽ കിട്ടുന്ന ആഹാരം കഴിച്ച് ആമേൻ തടിമെടുക്കലായി വളരാനല്ലേ? എന്നാൽ ചെറുപ്പത്തിൽ തന്നെ അതൊക്കെ നഷ്ടമാ. തമ്പുരാന്റെ പദ്ധതിയുടെ പാദമാ ചലിക്കുക. ദൈവം നിനക്ക് അവസരം തന്നെങ്കിൽ ഇന്ന് രാത്രി അത് നിന്നിലൂടെ ഒരു വലിയ കൂട്ട അത് സ്വാതന്ത്ര്യം അനുഭവിക്കത്തക്ക വിധത്തിൽ ഒരു അഭിഷേകത്തിന്റെ ശുശ്രൂഷയുടെ കൈമാറ്റം, അവൻ ഒരു ആത്മാവിന്റെ പുത്തൻ അഭിഷേകം, ആത്മാവിന്റെ ഒരു പുത്തൻ മണ്ഡല ഇന്ന് രാത്രി നിനക്ക് മുമ്പിൽ ഓപ്പണാവുക. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഹല്ലേലൂയ. നോക്കണേ, ദൈവത്തിന്റെ ആഗ്രഹം അവന്റെ മക്കൾ ഹല്ലേലൂയ അഭിഷേകമുള്ളവർ ഹല്ലേലൂയ ആമേൻ അവനെ അല്ലാതെ മറ്റൊന്നിന്റെ പുറകെ പോകരുത്. ഹല്ലേലൂയ. അവന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടവർ, അവന് വേണ്ടി ജീവിക്കുവാൻ, നിത്യതയ്ക്ക് വേണ്ടി ആമേൻ വിളി ആമേൻ വീണവർ ഹല്ലേലൂയ ആമേൻ നിത്യരാജ്യത്തിന് അവകാശികളായി സ്വർഗത്തിൽ പേരെഴുതിയവർ ഹല്ലേലൂയ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയവർ ഹല്ലേലൂയ ആമേൻ. അതെ, മനസ്സിലാക്കണം, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഹല്ലേലൂയ. കാരണം ആമേൻ അതെ വാഗ്ദത്തമുള്ള നിന്നെ കബളിപ്പിക്കുവാൻ, തെറ്റിക്കുവാൻ ഊടാടി സഞ്ചരിക്കുന്ന പ്രതിയോഗിയായ പിശാച് പലതിന്റെയും രൂപത്തില്, പലതിന്റെയും വേഷത്തില്, പല തന്ത്രങ്ങളുമായി നിന്റെ അരികിൽ വരാൻ സാധ്യതയുണ്ടെന്ന് ആമേൻ നിന്നെ ഉരുവാക്കിയ ദൈവം തമ്പുരാനും മനസ്സിലായതുകൊണ്ട് അത് എഴുതി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അത് പ്രസംഗകന് പ്രസംഗിച്ചു തീർക്കാനുള്ളതല്ല, കാശുണ്ടാക്കാനുള്ളതല്ല, നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ ആമേൻ കാൽവറിയിൽ രക്തമൊഴുക്കി വിലയ്ക്ക് വാങ്ങിയ ഒരു ദൈവ പൈതലിനെ തെറ്റിച്ചു കളയുവാൻ ഊടാടി സഞ്ചരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളിൽ കുടുങ്ങി തകർന്നു പോകാതിരിക്കുവാൻ ഹല്ലേലൂയ ജ്ഞാനമുള്ളവരായി ഹല്ലേലൂയ സന്തോഷമുള്ളവർ കരമടിച്ച കർത്താവിന്റെ മഹത്വത്തോടെ ഹല്ലേലൂയ ആമേൻ. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. അടുത്തത്, ഒരു വിഗ്രഹത്തെയും എന്ത് ചെയ്യരുത്, ഉണ്ടാക്കരുത്. ഹല്ലേലൂയ ആമേൻ. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെയും പ്രതിമ അരുത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലായിരിക്കുന്ന പുതിയ നിയമ ഇസ്രായേലേ, ഇത് പഴയ നിയമ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ മോശയിലൂടെ ദൈവം കൊടുത്ത കാര്യമല്ലേ? ഇത് 10 കൽപ്പനയല്ലേ? പുതിയ നിയമത്തിൽ ആകെ എല്ലാം കൂടെ കാച്ചിക്കുറുക്കി 2 ആമേൻ കൽപ്പനയാക്കി തന്നില്ലേ? പിന്നെ എന്തിനാ ദൈവദാസനെ ഇതൊക്കെ റീഓപ്പൺ ചെയ്യുന്നേ? ഹല്ലേലൂയ ആമേൻ. അതെ, ആ ജഡത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഹല്ലേലൂയ ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹയിലൂടെ ആമേൻ വചനത്തിന്റെ മർമ്മങ്ങൾ, ആഴങ്ങൾ ആമേൻ ദൈവസഭയിൽ അംഗമായി ജീവിക്കുന്നവർ മനസ്സിലാക്കുവാൻ, ഗ്രഹിക്കുവാൻ ആമേൻ ഉതകത്തക്ക വിധത്തിൽ ആത്മാവിനാൽ അഭിഷേകത്തിലൂടെ എഴുതിയത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. 5-ാം അധ്യായം അതിന്റെ ആമേൻ 15 മുതൽ ഒന്ന് വായിച്ചു. 19 മുതൽ വായിച്ചു. ജഡത്തിന്റെ പ്രവൃത്തികളോ കണ്ടോ? ഹല്ലേലൂയ. ഈ ദൈവസഭയ്ക്കകത്ത് ആയിരിക്കുന്ന ആമേൻ അതെ ജനത്തിനിടയിൽ ആമേൻ ചില കാര്യങ്ങളൊക്കെ ഇനിയും വിടേണ്ടതുണ്ടെന്ന്. ആമേൻ. നോക്കേ, അബ്രഹാമിനെ വിട്ടു. അബ്രഹാം വിട്ട് വരുമ്പോ പറഞ്ഞു, മോനെ നോക്കടാ, ഞാൻ വെറുതെ കബളിപ്പിക്കാൻ പറഞ്ഞതല്ല. ആമേൻ. സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്.
എന്തിന്റെ സമയമാ? മൂക്കിൽ പഞ്ഞി വെക്കുന്ന സമയമല്ല, നിന്റെ വാഗ്ദത്തത്തിന്റെ നിറവേറലിന്റെ സമയം. ഇന്ന് രാത്രി കൊറോണ ലോക രാജ്യങ്ങളിൽ അനേകരെ മൃത്യുവിന് ഇരയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വാഗ്ദത്തം കേട്ട് ആമേൻ ഉണർന്ന് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ വാഗ്ദത്തത്തിന്റെ നിറവേറലിന്റെ സമയമെടുത്തു വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഓ റബ ശാന്തി റേക്കനസി. ഹല്ലേലൂയ. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്. ആമേൻ. ദുർനടപ്പ് നിന്റെ ജീവിതത്തിലുണ്ടോ? വാഗ്ദത്തം നിറവേറാൻ വൈകും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ദുർനടപ്പ് നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനോട് ടാറ്റ കാണിച്ച് ബൈ പറഞ്ഞ്, ഹല്ലേലൂയ, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോട്. ഹല്ലേലൂയ. ആമേൻ. ഓടിക്കണം. ദുഷ്ടന്മാരുടെ ആമേൻ ഹല്ലേലൂയ കൂടെ എന്ത് ചെയ്യരുത്? നടക്കരുത്. പാപികളുടെ വഴി എന്ത് ചെയ്യരുത്? നിൽക്കരുത്. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ എന്ത് ചെയ്യരുത്? ഇരിക്കരുത്. പിന്നെ എന്തോ ചെയ്തോണം? ഓടിക്കണം. ഹല്ലേലൂയ. ഒട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദ പ്രാപിക്കുന്നവൻ ഒരുവനേ ഉള്ളൂ. ഹല്ലേലൂയ. എന്നാൽ ഫസ്റ്റ് പ്രൈസും ഉണ്ട്, സെക്കൻഡ് പ്രൈസും ഉണ്ട്, തേർഡ് പ്രൈസും ഉണ്ട് അല്ലേ? ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ഓടുന്നവര് ആമേൻ ഈ തേർഡ് പ്രൈസിൽ ഏതെങ്കിലും ഒന്നിനെ ലക്ഷ്യമാക്കിയിട്ടാണ് ഓടുന്നത്. പക്ഷെ ഓടുന്നവര് ഫസ്റ്റ് പ്രൈസിന് വേണ്ടി തന്നെ ഓടുക. ഹല്ലേലൂയ. എങ്കിലും ആമേൻ ഓടുന്നത് വൃഥാവാകാതിരിക്കുവാൻ ഹല്ലേലൂയ തേർഡ് പ്രൈസ് ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒട്ടക്കളത്തിൽ അനേകര് പരാജയപ്പെട്ട് ആമേൻ വീണുകൊണ്ടിരിക്കുമ്പോൾ പോർക്കളത്തിൽ പട്ടുപോകാതിരിക്കുവാൻ ഒരു ഭക്തനെ ശക്തീകരിക്കുന്ന ഉയരത്തിലെ ആത്മാവിനെ പകർന്ന് ആ കർത്താവിന്റെ വിശ്വസ്തതയ്ക്കായി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത്. ഹല്ലേലൂയ. ആമേൻ. അതെ, ജഡത്തിന്റെ സ്വഭാവം. വായിക്കും, വേഗം വായിക്കും. അശുദ്ധി, ദുഷ്കാമം. ഓ, അവിടെ എത്രാമത്തെ കാര്യമാണ്? നാലാമത്തെ ഒരു കാര്യം വിഗ്രഹാരാധന. ആമേൻ. നമ്മൾ ഇവിടെ വായിച്ചത് ഒരു വിഗ്രഹവും ഉണ്ടാക്കരുതെന്ന്. ഹല്ലേലൂയ. അവിടെ എന്താ പറയുന്നത്? വിഗ്രഹത്തെ ആരാധന. ഹല്ലേലൂയ. ആമേൻ. എന്താ ഇത് തമ്മിൽ ബന്ധം? ഹല്ലേലൂയ. ജഡീയ സ്വഭാവം, ജഡത്തിൻ്റെതാകുന്ന ചിന്തകൾ, ജഡത്തിൻ്റെതാകുന്ന ഇഷ്ടങ്ങൾ. ഹല്ലേലൂയ. ഈ ജഡം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ആമേൻ ഉള്ള കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഹല്ലേലൂയ. ആമേൻ. ഈ ലോകത്തിന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഡ്രസ്സിന്റെ ആവശ്യമില്ല. ആമേൻ. ഈ ആധാരത്തിന്റെ ആവശ്യമില്ല. വേണോ? മരണപ്പെട്ട് കഴിഞ്ഞാൽ മരിച്ചുപോയ ഒരു വ്യക്തിക്ക് വേണ്ടി അവന്റെ അപ്പനാകട്ടെ അമ്മയാകട്ടെ അവന്റെ കൂടപ്പുറപ്പ് ആരുമാകട്ടെ, ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ മക്കളാകട്ടെ, ആരെങ്കിലും 3 നേരം ചാപ്പാടുമായി ആ കല്ലറയിലോ അല്ലെങ്കിൽ എരിച്ചെടുത്തോ പോയിട്ട് അച്ഛ, അമ്മ, ആ ഭാര്യയെ, ആ കുഞ്ഞെ കഴിക്കെന്ന് പറഞ്ഞ് ഉണർത്താറുണ്ടോ? അപ്പോ ഈ ജഡ ആമേൻ അതെ മൃത്യുവിലൂടെ ആമേൻ ഒരു മാറ്റം സംഭവിച്ചാൽ, മരണത്തിലൂടെ ഒരു മാറ്റം സംഭവിച്ചാൽ ഇന്ന് ഈ ജഡത്തിന് ആവശ്യമായത് ഒന്നും വേണ്ടെന്ന്. ഹല്ലേലൂയ. മണിസൗധങ്ങൾ പടുത്തുയർത്തുന്ന മനുഷ്യ മൂക്കിൽ അകത്തേക്ക് എടുക്കുന്ന ശ്വാസം പുറത്തേക്ക് വിടാൻ പറ്റാതെ എപ്പോ നിശ്ചലമാകുന്നോ അപ്പോ നീ പണിത സൗധം വിട്ടു പോയേ പറ്റൂ. എത്ര സൗന്ദര്യം ഉണ്ടെങ്കിലും എത്ര ഗ്ലാമർ ഉണ്ടെങ്കിലും മണിക്കൂർ കഴിയുമ്പോൾ വീർക്കാൻ തുടങ്ങും, പിന്നെ അകത്ത് ചീർത്ത് പൊട്ടാൻ തുടങ്ങും. അതുകൊണ്ട് ഇന്നത്തെ ക്രമീകരണം അനുസരിച്ച് 1 മാസമോ അല്ലെങ്കിൽ ഏതാനും ചില നാളുകളോ മൊബൈൽ ഫ്രീസറിനകത്ത് വെച്ച് സൂക്ഷിക്കാൻ പറ്റും. പക്ഷേ അതും ആമേൻ ഒരു പരിധി കഴിയുമ്പോൾ എടുത്ത് മാറ്റേണ്ടി വരും. അതുകൊണ്ട് നയനൽപ്പനായിരിക്കുവാൻ, നിന്റെ ദൈവത്തിന്റെ സന്നിധി താഴ്മയോടെ നടക്കുവാനും അല്ലാതെ ദൈവം എന്താ നിന്നോട് ആവശ്യപ്പെടുന്നത്? ഹല്ലേലൂയ. ദൈവത്തിന്റെ പേരിൽ ആമേൻ അതെ എന്തെല്ലാം
കലാപരിപാടികളാ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കൂട്ടർ അടിക്കുന്നു, ഒരു കൂട്ടർ പൊളിക്കുന്നു, ഒരു കൂട്ടർ തകർക്കുന്നു. ഹല്ലേലൂയ. പിന്നെ അതിനും വരമ്പും. ആമേൻ. എന്റേതാണ് ശരി എന്ന് പറയുന്നത് ഒരു കൂട്ടര്, അത് ശരിയല്ലെന്ന് പറയാൻ മറ്റൊരു കൂട്ടര്. ആമേൻ. ദൈവം പറയുന്ന മനുഷ്യ, ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത് നീ താഴ്മയോട് നടക്കാനാ. ഹല്ലേലൂയ. ആമേൻ. നയതൽപരനായിരിക്കുവാനാ. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, ഈ ആമേൻ ഭൂമിയിൽ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുവാൻ ഉലകത്തിൽ പിതാവായ ദൈവം ആമേൻ അയച്ച ഏകനാമം യേശു എന്ന നാമം. ആ നാമത്തെ വിശ്വസിക്കുന്നവർക്ക് അത് നിത്യത ഉറപ്പാണ്. ഹല്ലേലൂയ. ആമേൻ. മരണത്തിനപ്പുറം ഒന്നെങ്കിൽ നരകം അല്ലെങ്കിൽ സ്വർഗം. ആമേൻ. സ്വർഗത്തിന് ഉറപ്പാകണമെങ്കിൽ SLC പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്കല്ല ആമേൻ SLCയുടെ ബുക്ക് കിട്ടും. പക്ഷേ പാസ്സായവർക്ക് എന്ത് ചെയ്യത്തുള്ളൂ? ആമേൻ. ആ പാസ്സായ ബുക്ക് കൈ കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. SLC ബുക്ക് കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആമേൻ. SLCക്ക് പാസ്സായാലേ കാര്യമുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഞാനിവിടെ ജനിച്ചു, ഞാനിവിടെ ആമേൻ വളർന്നു, ഞാനിവിടെ മരിച്ചു. ആമേൻ. അതിനപ്പുറത്തേക്ക് പോകണമെങ്കിൽ ആമേൻ ഹല്ലേലൂയ ദൈവം ഒരുക്കിയിരിക്കുന്ന ആ പരദീസയിലേക്ക് എത്തണമെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കണം. ഹല്ലേലൂയ. അത് ദൈവത്തിന് നിർബന്ധമാണ്. അങ്ങനെ ദൈവം തന്റെ ജനമായി ജീവിക്കുവാൻ ആമേൻ കണ്ടിരിക്കുന്നവർക്ക് ഇത് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പഴയ നിയമത്തിൽ ആമേൻ മോശയിലൂടെ ദൈവം കൊടുത്ത ന്യായപ്രമാണത്തിലെ പുറപ്പാട് പുസ്തകം ആമേൻ നമ്മൾ വായിച്ചു 20:1 മുതൽ ആമേൻ 17 വരെയുള്ള വാക്യങ്ങൾ ആമേൻ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആമേൻ 4-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. ഒരു വിഗ്രഹവും എന്ത് ചെയ്യരുത്, ഉണ്ടാക്കരുത്. ഹല്ലേലൂയ. ആമേൻ. ഈ മനുഷ്യന്റെ സ്വഭാവമാണ്, അവന് അടങ്ങിയിരിക്കാൻ മനസ്സില്ല, എന്തെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. ആമേൻ. നമ്മൾ വായിച്ച ഗലാത്യ ലേഖനം ആമേൻ അതെ 6-ാം അധ്യായം ആമേൻ അതിന്റെ 5-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം വായിച്ചു തുടങ്ങിയപ്പോ അതിന്റെ 4-ാമത്തെ കാര്യം എന്താ കേട്ടത്? കണ്ടോ? ആമേൻ. 20-ാം അധ്യായം 1 തുടങ്ങി 4-ാമത്തെ വാക്യത്തില് വിഗ്രഹത്തെ ഉണ്ടാക്കരുതെന്ന് പറയുമ്പോ അവിടെ 4-ാമത്തെ കാര്യം മനുഷ്യനോടുള്ള ബന്ധത്തിൽ പറയുന്നു, അതിനെ ആരാധിക്കരുത്. വിഗ്രഹാരാധന. ഹല്ലേലൂയ. ആമേൻ. നോക്കണം. ആമേൻ. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെ പ്രതിമ എന്ത് ചെയ്യരുത്, അരുത്. അപ്പൊ ജഡവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണെന്ത്? വിഗ്രഹം. ഹല്ലേലൂയ. മത്സരം, ആഭിചാര ദോഷം പോലെ, ശാഠ്യം, മിഥ്യ, പൂജ പോലെയും ആകുന്നുവെന്ന് ശൗമേൽ പ്രവാചകന്റെ കാലത്ത് ആമേൻ അനുസരണം കെട്ട ശൗലിനോട് സ്വർഗത്തിലെ ദൈവം ഓർപ്പിച്ചുണർത്തുമെന്ന് കൊണ്ടുമിടയായി. ഇന്ന് രാത്രി ജഡത്തിന്റെ സ്വഭാവത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നവർ ഹല്ലേലൂയ ഇവിടെ ഒതുങ്ങി തീരുമ്പോൾ ഹല്ലേലൂയ ആത്മാവിനാൽ എഴുതിയ വചനം വിശ്വസിച്ച് ആമേൻ ജീവിക്കുവാൻ തയ്യാറാകുന്നവർ നിത്യജീവന് അവകാശിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രപഞ്ചത്തിന്റെയും മനുഷ്യന്റെയും സൃഷ്ടാവായ ദൈവം ഹല്ലേലൂയ വിഗ്രഹാരാധനയെ എന്ത് ചെയ്യുന്നു? വിലക്കുന്നു. ആമേൻ. വിലക്കുന്നു. വിൽക്കുകയല്ല കേട്ടോ, വിലക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഈ കൽപ്പന ബൈബിളിൽ പല തവണ ആവർത്തിക്കപ്പെടുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങളോട് ഒരു കാര്യം ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അവരനുസരിക്കാത്തത് കൊണ്ടാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നല്ല ആമേൻ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല കുഞ്ഞുങ്ങൾ തന്നെയാണ്, ആരും മോശക്കാരല്ല. പക്ഷെ ചില മക്കളോട് എത്ര പറഞ്ഞാലും അവരെന്ത് ചെയ്യത്തില്ല, തിരുത്തത്തില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ദൈവമക്കളാകുവാൻ സ്വർഗത്തിലെ ദൈവം അധികാരം നൽകി. ആ അധികാരം ഉപയോഗിച്ച് ദൈവമകനായി ദൈവമകളായി ജീവിക്കുന്ന എന്നോടും നിന്നോട് എത്രയോ ആവർത്തി സ്വർഗത്തിലെ ദൈവം തന്റെ ആത്മാവിനാൽ ഇടപെട്ടു കഴിഞ്ഞു. അത് വിട്. അങ്ങനെ വേണ്ട, അങ്ങനെ സംസാരിക്കരുത്. ഹല്ലേലൂയ. അങ്ങനെ പ്രവർത്തിക്കരുത്. ആമേൻ. താഴ്മയോടെ നടക്കാനല്ലേ ആവശ്യപ്പെടുന്നത്? ഹല്ലേലൂയ. ആമേൻ. അതെ, അനവധി നിരവധി
വേദഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആമേൻ. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 4-ാം വാക്യം, വിഗ്രഹങ്ങളുടെ അടുക്കിലേക്ക് തിരിയരുത്, ദേവന്മാരെ നിങ്ങൾക്ക് വാർത്തുണ്ടാക്കരുത്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഹല്ലേലൂയ. 26:1 ഇങ്ങനെ കാണുന്നു, വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്, ബിംബമോ സ്തംഭമോ നാട്ടരുത്, രൂപം കൊത്തിയ യാതൊരു കല്ലും നമസ്കരിപ്പാൻ നിങ്ങളുടെ ദേശത്ത് നാട്ടുകയും അരുത്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഇതൊക്കെ ആമേൻ ലോകക്കാരോടുള്ള ബന്ധത്തിലല്ല പറയുന്നത്, ദൈവത്തെ വിശ്വസിക്കുന്നവരോടുള്ള ബന്ധത്തിലാണ്. ഹല്ലേലൂയ. മനസ്സിലായവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കുക. എന്തുകൊണ്ടാ ആമേൻ വാഗ്ദത്തം നിറവേറാത്തത്? എന്തുകൊണ്ടാ ദൈവം കാണിച്ച ആ ദർശനം, ദൈവം കാണിച്ച ആ വെളിപ്പാട് ആമേൻ സബലീകരിക്കപ്പെടാതെ കിടക്കുന്നത്? ആമേൻ നീ ദൈവവൈതലാണെന്ന് പറഞ്ഞാലും ചിലതിനെ ഒന്നും വിട്ടിട്ടില്ലെന്നേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ വിടാൻ തയ്യാറായാൽ വാഗ്ദത്തം ചെയ്തത് നിവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ആവർത്തനം എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് പറയുക. 4-ാം അധ്യായം അതിന്റെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾ നന്നായി സൂക്ഷിച്ചു കൊള്ളുവിൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നന്നായി സൂക്ഷിച്ചു കൊള്ളുവാനാണ് പറയുന്നത്. ഹോരേബിൽ തീയുടെ നടുവിൽ നിന്നും നിങ്ങളോട് അരുളി ചെയ്ത നാളിൽ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ. ഹല്ലേലൂയ. ആമേൻ. അത് തീയുടെ നടുവിൽ നിന്ന് ഹോരേബിൽ ആമേൻ വെന്തുപോകാതെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുൾപ്പടർപ്പ് കണ്ടിട്ട് വന്നിട്ട് ആമേൻ അഭിഷേകൻ പറഞ്ഞ ആ കാര്യം മറന്നുപോയോ? ഹല്ലേലൂയ. അവനെയാണ് അടിമത്തത്തിൽ കടന്ന ജനത്തെ പുറത്തേക്ക് എടുക്കുവാൻ ദൈവം ഉപയോഗിച്ചത്. ഇന്ന് രാത്രി ദർശനമുള്ള അഭിഷേകരെ ഉള്ളതുപോലെ വിളിച്ചു പറയുക, ഉള്ളതുപോലെ പഠിപ്പിക്കുക, ഉള്ളതുപോലെ ഘോഷിക്കുക. നീ തയ്യാറായ വിക്കലായ മോശയെ അടിമത്തത്തിൽ കടന്ന ജനത്തെ പുറത്തേക്ക് നയിപ്പാൻ ഉപയോഗിച്ച ദൈവം ഇന്ന് രാത്രി അഭിഷേകരെ നിന്നെ ഉപയോഗിക്കുവാൻ ശക്തൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ആണിന്റെയെങ്കിലും പെണ്ണിന്റെയെങ്കിലും സാദൃശ്യമോ, ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിന്റെയും സാദൃശ്യമോ, ആകാശത്ത് പറക്കുന്ന യാതൊരു പക്ഷിയുടെ സാദൃശ്യമോ, ഭൂമിയിലുള്ള യാതൊരു ഇഴജാതിയുടെയും സാദൃശ്യമോ, ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിന്റെയോ സാദൃശ്യമോ, ഇങ്ങനെ യാതൊന്നിന്റെയും പ്രതിമയായ വിഗ്രഹം ഉണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത്. ആമേൻ. നീ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കിക്കാണുമ്പോൾ അവയെ നമസ്കരിപ്പാനും സേവിപ്പാനും വശീകരിക്കപ്പെടരുത്. ഒരാമേൻ പറയാമോ? സൂര്യനെ കാണുമ്പോ തെറ്റിദ്ധരിക്കരുത്, ചന്ദ്രനെ കാണുമ്പോ തെറ്റിദ്ധരിക്കരുത്, നക്ഷത്രങ്ങളെ കാണുമ്പോ തെറ്റിദ്ധരിക്കരുത്. ഹല്ലേലൂയ. എല്ലാ ശോഭയുള്ളതാണ്, ഓരോന്നിനും അതിൻ്റെതായ ശോഭയുണ്ട് അല്ലേ? സൂര്യന് വളരെ ശോഭയുണ്ട്, ചന്ദ്രന് അതിൻ്റെതായ ശോഭയുണ്ട്, നക്ഷത്രങ്ങൾക്ക് അതിൻ്റെതായ ശോഭയുണ്ട്. ആ ശോഭയ്ക്ക് വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. ആമേൻ. അതെല്ലാം വെളിച്ചമാ. പക്ഷേ വെളിച്ചമാണെന്ന് ധരിച്ച് എന്ത് ചെയ്യരുത്? ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കി കാണുമ്പോൾ അവയെ എന്ത് ചെയ്യരുത്? നമസ്കരിപ്പാനും സേവിപ്പാനും വശീകരിക്കപ്പെടരുത്. ഹല്ലേലൂയ. അവയെ നിന്റെ ദൈവമായ യഹോവ ആകാശത്തിന് കീഴെങ്ങുമുള്ള സർവ ജാതികൾക്കും പങ്കിട്ട് കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ ദൈവമക്കളായിരിക്കുന്നവരോടാ ഇന്ന് രാത്രി ആമേൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, പുറത്തുള്ളവരോടല്ല. ആമേൻ. പുറത്തുള്ളവര് അവര് ആമേൻ അത് വണങ്ങും, നമസ്കരിക്കും, എന്തും ആവും. ഹല്ലേലൂയ. അത് നമ്മളോടുള്ള ബന്ധത്തിലല്ല. നീ ദൈവവൈതലാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ വിടേണ്ടതിന് വിടാൻ എന്ത് ചെയ്യണം? തയ്യാറാകണം. ഹല്ലേലൂയ. ആമേൻ. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. ഹല്ലേലൂയ. വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിൽ ഉള്ള യാതൊന്നിന്റെയും പ്രതിമ അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും
ഹല്ലേലൂയ. എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഉപേക്ഷിക്കേണ്ടതിന് ഉപേക്ഷിച്ച് ന്യായതൽപരനായി, ഹല്ലേലൂയ, താഴ്മയുള്ളവനായി നീ നടക്കാൻ, ജീവിക്കാൻ സമർപ്പിക്കപ്പെടുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നിന്നോട് മാത്രമല്ല 1000 തലമുറ വരെ ദയ കാണിക്കുന്ന ദൈവം. ഹല്ലേലൂയ. യോഹന്നാന്റെ ലേഖനം 1-ാം ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യം. കർത്താവിന്റെ ദാസനെ, പാസ്റ്ററെ, നല്ല കാര്യമോ പറഞ്ഞത്? ഇതൊക്കെ പഴയ നിയമ ഭക്തന്മാരോടുള്ള കാര്യമല്ലേ? എന്നാൽ പുതിയ നിയമ ഇസ്രായേലായിരിക്കുന്ന ദൈവസഭയിലെ അംഗമായി ജീവിക്കുന്നവർ പോലും, ഹല്ലേലൂയ, പലതിലും കുടുങ്ങി തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആമേൻ യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ അതിന്റെ 1-ാം ലേഖനം ആമേൻ 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ, കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിരവധി വേദഭാഗങ്ങൾ വായിച്ച് ആമേൻ അതെ ശുശ്രൂഷിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സമയം ഓടിപ്പോകുന്നത് കൊണ്ട് ആമേൻ ദൈവം എന്നെ ഏൽപ്പിച്ച ദൂതിലേക്ക് ഞാൻ വരട്ടെ. ഹല്ലേലൂയ. ഇതിന് ദൈവം ഒരു കാരണവും ആമേൻ എന്ത് ചെയ്യുന്നില്ല. ആമേൻ അതെ ദൈവം, ഹല്ലേലൂയ, അവൻ ആമേൻ ആരാണെന്ന് ശരിയായി അറിയണം. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ആമേൻ ഈ കൽപ്പനകളെ, ഹല്ലേലൂയ, ദൈവം അവർക്ക് നൽകിയതിന്റെ ആമേൻ ഉത്തമ കാരണങ്ങൾ, ഹല്ലേലൂയ, എന്താണെന്ന് ബൈബിൾ വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അതെ, വിഗ്രഹങ്ങൾ ദൈവം എങ്ങനെയാണെന്ന് തെറ്റായ വീക്ഷണം നൽകുന്നു. ഹല്ലേലൂയ. വിഗ്രഹങ്ങൾ ദൈവം എങ്ങനെയാണെന്നുള്ള തെറ്റായ വീക്ഷണം നൽകുന്നു. കാരണം ഓരോ രൂപത്തിലും, ഓരോ കോലത്തിലും, ഓരോ ഭാവത്തിലുമാണ് നമ്മൾ ആരെ കാണുന്നത്? ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രൂപങ്ങളെ. അപ്പൊ ഇതിലൂടെ നമുക്ക് യഥാർത്ഥമായ സത്യ ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കാണാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ ദൈവത്തെ ആരോട് ഉപമിക്കും? ഏത് പ്രതിമയെ നിങ്ങൾ അവനോട് സദൃശ്യമാക്കും? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി മാറിയ ദൈവവൈദ്യനെ, ഹല്ലേലൂയ, ആമേൻ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 18 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ, ഹല്ലേലൂയ, അവിടെ ആമേൻ ഇത് ആമേൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരുടെ വീട്ടിൽ ആമേൻ അതെ ഉപയോഗിക്കുന്ന വായിക്കുന്ന സത്യവേദ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചത് ആമേൻ പുറത്ത് മറ്റ് പുസ്തകങ്ങൾ വായിച്ച് ആമേൻ വിശ്വസിച്ച് ജീവിക്കുന്നവർക്ക് അറിവിന് വേണ്ടിയിട്ടല്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്, ലോക സാധനത്തിന് മുമ്പ് ദൈവം കണ്ടിരിക്കുന്നവർ കവലകളിൽ വെച്ചോ, അല്ലെങ്കിൽ ഈ ലൈവിലൂടെയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആമേൻ ഹോസ്പിറ്റൽ കടക്കയിൽ വെച്ചോ സകല നാമത്തിനും മേലായ നാമം നൽകി പിതാവായ ദൈവം ഉയർത്തിയ യേശുവിനെ വിളിക്കാൻ എന്ത് ചെയ്യും? ഇടയാകും. ഹല്ലേലൂയ. അങ്ങനെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ഒരു ദൈവവൈതലായി ജീവിക്കുവാൻ കൃപ ലഭിച്ചവരുടെ വീട്ടിൽ, ഹല്ലേലൂയ, ആമേൻ ഇതിന് സ്ഥാനമില്ലെന്ന് മനസ്സിലായവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. യെശയ്യാപ്രവചനം 40-ന്റെ 18 മുതൽ 26 വരെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാ: ഇങ്ങനെയുള്ള പ്രതിഷ്ഠയ്ക്ക് വകയില്ലാത്തവൻ, ദ്രവിച്ചു പോകാത്ത ഒരു മരം കണ്ട തിരഞ്ഞെടുക്കുകയും ഇളകാത്ത വിഗ്രഹം കൊത്തിയുണ്ടാക്കി നിർത്തുവാൻ ഒരു ശില്പിയെ അന്വേഷിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെയോ? നിങ്ങൾ കേട്ടിട്ടില്ലയോ? ആദ്യം മുതൽ നിങ്ങളോട് അറിയിച്ചിട്ടില്ലയോ? ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ നിങ്ങൾ ഗ്രഹിച്ചിട്ടില്ലയോ? അവൻ ഭൂമണ്ഡലത്തിന് മീതെ അധിവസിക്കുന്നു, അതിലെ നിവാസികൾ വെട്ടിക്കിളികളെ പോലെ ഇരിക്കുന്നു. അവൻ ആകാശത്തെ ഒരു തിരശീല പോലെ നിവർക്കുകയും പാർപ്പിനുള്ള ഒരു കൂടാരത്തെ പോലെ വിരിക്കുകയും പ്രഭുക്കന്മാരെ ഇല്ലാതാക്കുകയും ഭൂമിയിലെ ന്യായാധിപന്മാരെ ശൂന്യമാക്കുകയും ചെയ്യുന്നു. അവരെ നട്ട ഉടനെ, അവരെ വിതച്ച ഉടനെ, അവർ നിലത്ത് വേരിൽ തുടങ്ങി ഉടനെ അവൻ അവരുടെ മേൽ ഊതി അവർ വാടിപ്പോകുകയും ചുഴലിക്കാറ്റുകൊണ്ട് താളടി പോലെ പാറിപ്പോകുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശ്യമാക്കും? ഞാൻ ആരോട് തുല്യനാകും എന്ന് പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. നിങ്ങൾ കണ്ണ് മേലോട്ട് ഉയർത്തി നോക്കുവിൻ,
ഇവയെ സൃഷ്ടിച്ചതാരാ? അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെ എല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. അവന്റെ വീര്യമാഹാത്മ്യം നിമിത്തവും അവന്റെ ശക്തിയുടെ ആധിക്യം നിമിത്തവും അവയിൽ ഒന്നും കുറഞ്ഞു കാണുകയില്ല. ആമേൻ. എന്നാൽ എന്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എന്റെ ന്യായ എന്റെ ദൈവം കാണാതെ കടന്നുപോയിരിക്കുന്നു എന്ന് യാക്കോബേ നീ പറയുകയും ഇസ്രായേലേ നീ സംസാരിക്കുകയും ചെയ്യുന്നത് എന്ന്. ഇന്ന് രാത്രിയിലും നിന്റെ സംസാരം ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവത്തിന്റെ കണ്ണ്, അത്തിതാലേക്കൊത്ത കണ്ണ് അവന് മറവായിരിക്കുന്നതൊന്നുമില്ല. നിന്റെ വീട്ടിനകത്തെ സംസാരം, നിന്റെ കൂട്ടുകാരുമായിട്ടുള്ള സംസാരം, ആമേൻ, നിന്റെ ആമേൻ ബന്ധങ്ങളിലുള്ള സംസാരം, ആമേൻ, ഉയരത്തിലെ ദൈവം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവനെ കുറിച്ച് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ഇന്ന് രാത്രി ക്ഷീണിച്ചിരിക്കുന്ന സഹോദര സഹോദരി, നിന്റെ കുഞ്ഞിന്റെ വിഷയമോർത്ത് രോഗക്കിടക്കയിലായിരിക്കുന്ന ആമേൻ നിന്റെ പിതാവിന്റെ നിന്റെ മാതാവിന്റെ രോഗം നിമിത്തം ക്ഷീണിച്ചിരിക്കുന്ന ആമേൻ വ്യക്തികളോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിനാൽ ഞാൻ വിളിച്ചു പറയട്ടെ, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന ദൈവം, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും. ആമേൻ. അനേക ബാല്യക്കാർ പലതിലും അകപ്പെട്ട ദൈവം ഇല്ലാഞ്ഞിട്ടല്ല, അതെ വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ല, കഴിവുകൾ ഇല്ലാഞ്ഞിട്ടല്ല, പ്രാപ്തി ഇല്ലാഞ്ഞിട്ടല്ല, നല്ല അപ്പൻ ഇല്ലാഞ്ഞിട്ടല്ല, നല്ല അമ്മ ഇല്ലാഞ്ഞിട്ടല്ല, നല്ല കുടുംബം ഇല്ലാഞ്ഞിട്ടല്ല, നല്ല ഭാര്യ ഇല്ലാഞ്ഞിട്ടല്ല, നല്ല മക്കൾ ഇല്ലാഞ്ഞിട്ടല്ല, നല്ല രാജ്യം ഇല്ലാഞ്ഞിട്ടല്ല, എല്ലാം ഉണ്ടെന്ന് പറയുന്ന അനേക ആമേൻ ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ, യൗവനക്കാർ ഇടറി വീണുകൊണ്ടിരിക്കുമ്പോ, ഇന്ന് രാത്രി യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ ചിറകടിച്ചുയരുന്ന കഴുകന്മാരെ പോലെ ഉയരങ്ങളിലേക്ക് പറന്ന് ഉയരും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഇന്ന് രാത്രി ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. നിന്നെ ക്ഷീണിപ്പിക്കുന്ന രോഗമോ, നിന്നെ ക്ഷീണിപ്പിക്കുന്ന ഭാരങ്ങൾ, നിന്നെ വെല്ലുവിളിച്ച് നാശത്തിലേക്ക് തള്ളിയിടുവാൻ നോക്കുന്ന അന്ധകാരത്തിന്റെ മണ്ഡലങ്ങൾ ഇന്ന് രാത്രി അഭിഷേകരെ നിന്റെ പ്രാർത്ഥന ഊരിനകത്ത് നീ മുഴങ്ങാൻ മടക്കുമ്പോൾ തന്നെ അത് ഉടഞ്ഞു വീഴുകയാണ്, അത് തകർന്നു വീഴുകയാണ്. ഇന്ന് രാത്രി നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു അസാധാരണമാകുന്ന ദൈവ സാന്നിധ്യം പാദം വരെ ചലിക്കുക, വിശ്വസിക്കുക. ഇന്ന് രാത്രി അവനൊരു അസാധാരണമാകുന്ന ദൈവ പ്രവൃത്തി അത് മോശയിലൂടെ, മോശയിട്ട വടി അവൻ സർപ്പമായി, അവൻ അതെ മന്ത്രവാദികളിട്ട വടിയും സർപ്പമായി. എന്നാൽ മോശയുടെ വടി അവൻ തിരിച്ചു പഠിച്ചപ്പോ അത് വടിയായി. മോശയുടെ വടി അവൻ മന്ത്രവാദികളുടെ വടിയെ വിഴുങ്ങിക്കളഞ്ഞു. ദേശത്ത് നിനക്കെതിരെ ആ വികാരമായിട്ട് യുദ്ധ പ്രയോഗങ്ങൾ നടത്തി നിന്നെ തകർക്കുവാൻ നോക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെ യേശുവിൻ നാമത്തിൽ പരാജയപ്പെടുത്തി ജയത്തോടെ ബലവാനെ പിടിച്ചു കണ്ടുവാൻ ഉതകുന്ന ഉയരത്തിന്റെ അഭിഷേകം ഇന്ന് രാത്രി ക്ഷീണിച്ചിരിക്കുന്ന ഇസബേലിന്റെ വാക്ക് കേട്ട് ആമേൻ, അതെ വിധവയുടെ മകനെ ഉയർപ്പിച്ചവനാ, ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ച ആ സഹോദരിയെ ജീവിക്കുവാൻ വേണ്ടി അത് ബലപ്പെടുത്തുവാൻ ദൈവം ഉപയോഗിച്ച അഭിഷേകനാണ്. ആമേൻ. ഇസബേലിന്റെ ആമേൻ അതെ വാക്കിന്റെ മുമ്പിൽ, ആഹാബിന്റെ ഭാര്യയായ ഇസബേലിന്റെ വാക്കിന്റെ മുമ്പിൽ ക്ഷീണിച്ച ചൂരച്ചെടിയുടെ തണലിൽ നിന്ന് മതിമർത്താവേ ക്ഷീണിച്ച ഹൃദയമാണ് ഇനി എനിക്ക് ജീവിക്കണ്ട, എന്നെ എടുത്തോ എന്ന് പറഞ്ഞ അവൻ നിലവിളിച്ചുകൊണ്ടിരുന്ന ഭക്തനെ സ്വർഗത്തിലെ ദൂതനെ അയച്ച കടലിൽ വെച്ചുകൊണ്ട് ആട കൊടുത്ത് ബലപ്പെടുത്തിയ ദൈവം എന്റെ രാത്രി ക്ഷീണിച്ചിരിക്കുന്ന അഭിഷേകരെ മാതാവേ, പിതാവേ, സഹോദരി, അതിന്റെ ക്ഷീണത്തെ മറികടക്കുവാൻ ഉതകുന്ന ഉയരത്തിലെ മഞ്ഞയുമായി, ഉയരത്തിലെ ഭക്ഷണവുമായി ഇന്ന് രാത്രി ഈ ലൈനിലൂടെ നീ ഇരിക്കുന്നിടത്ത് അവൻ ഇറങ്ങി വന്ന സ്വർഗം നിന്നെ ബലപ്പെടുത്തുന്നു, നിന്നെ ശക്തീകരിക്കുന്നു. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവൻ കരമടിച്ചൊരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ സന്താനം എന്ന് വരികയും
ഹല്ലേലൂയ. ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തിത്തീർക്കുന്ന പൊൻ, വെള്ളി, കല്ല് എന്നിവയോട് ആമേൻ സാദൃശ്യം എന്ന് നിരൂപിക്കേണ്ടതില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവൻ ക്ഷീണിച്ചിരിക്കുന്ന നിന്റെ അടുത്തേക്ക് ആമേൻ ഉയരത്തിലെ അഭിഷേകം ഇറങ്ങി വരുന്നത് ആമേൻ നിന്റെ വീടിന്റെ അകത്ത് നീ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആമേൻ ആ രൂപത്തിൽ നിന്ന് അല്ല, പിന്നെയോ നീ വിശ്വസിക്കുന്ന വചനത്തിന്റെ ശക്തിയാ നിന്നെ ആമേൻ നിന്റെ ക്ഷീണം മാറ്റി അനേക സമപ്രായത്തിലുള്ള പലരും തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ അത് എടുത്തു പറയത്തക്ക വിധത്തിൽ വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിലും ഹല്ലേലൂയ തമ്പുരാന്റെ കൃപ ഹല്ലേലൂയ ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാൻ. ഹല്ലേലൂയ. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ ആമേൻ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥമായി തീർന്ന് അവരുടെ വിവാഹമില്ലാത്ത ഹൃദയം എന്ത് ചെയ്തു? ഇരുണ്ടുപോയി. ഹല്ലേലൂയ. ആമേൻ. പലരുടെയും ഹൃദയം ഇരുണ്ടുപോയി കൊണ്ടിരിക്കുമ്പോൾ ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായി പോയി. ഹല്ലേലൂയ. പലരും മൂഢന്മാരായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപ സാദൃശ്യമായി മാറ്റിക്കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യർക്ക് സൃഷ്ടിക്കുവാൻ കഴിയുന്ന യാതൊന്നും ദൈവത്തിന്റെ നിത്യജീവൻ, അവന്റെ വിശുദ്ധി, മഹത്വം, അവന്റെ ഏറ്റവും മികച്ച സ്വഭാവം എന്നിവയെ പ്രതിനിധീകരിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വവുമായി താരതമ്യപ്പെടുത്തി മനുഷ്യ നിർമ്മത ചിത്രങ്ങൾ ആമേൻ വൃത്തികെട്ടതും മ്ലേച്ഛവുമായി ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഇന്ന് രാത്രി അതിനകത്ത് അകപ്പെട്ട് തകർന്നു പോകുവാൻ ഇടയാകാതിരിക്കേണ്ടതിന് അബ്രഹാമിനെ വിളിച്ചിറക്കിയ ദൈവം ഉന്നതമായ വിളി ആമേൻ കേട്ടിറങ്ങി തിരിച്ച അഭിഷേകനെ ലോകം മുഴുവൻ ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമായി സത്യ സുവിശേഷത്തിന്റെ വക്താവായി ജീവിക്കുക കൃപ ലഭിച്ച ദൈവ പൈതലേ, നിനക്ക് വേണ്ടി എല്ലാം സ്വർഗം കരുതിയിട്ടുണ്ട്. അത് അനുഭവിക്കുവാൻ കഴിയാതെ നിന്നെ ക്ഷീണിപ്പിച്ചിരുത്തിയിരിക്കുന്ന ആമേൻ സാഹചര്യത്തിൽ ഇന്ന് രാത്രി കനലിന്മേൽ ചുട്ട അടയുമായി ഇറങ്ങി വന്ന ദൂതൻ നിന്നെ ബലപ്പെടുത്തുവാൻ ഇടയാകുന്നുവെങ്കിൽ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വഭാവത്തെ യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്ന ഇമേജുകൾ ഉണ്ടെങ്കിലും ഹല്ലേലൂയ ആളുകൾക്ക് ആരാധിക്കാനും ആമേൻ ഹല്ലേലൂയ വണങ്ങാനും അത് കൊള്ളത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അവയിലൂടെ ദൈവത്തിന്റെ സ്വരൂപങ്ങൾ ആമേൻ ഹല്ലേലൂയ ഒരിക്കലും ദർശിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവത്തെ ആത്മാവിലൂടെ മാത്രമേ അറിയാൻ കഴിയൂ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തെ ആമേൻ ആത്മാവിലൂടെ മാത്രമേ അറിയാൻ കഴിയൂ. അവനുമായുള്ള നേരിട്ടുള്ള അനുഭവത്തിലൂടെ മാത്രമേ അവനെ ദൈവമെന്ന് അറിഞ്ഞ് ആരാധിക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവം ആത്മാവാണെന്നും അവനെ ആരാധിക്കുന്നവർ എങ്ങനെയെങ്കിലും ആരാധിച്ചാൽ ശരിയാകത്തില്ലെന്നും ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്നും കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഹല്ലേലൂയ ശമര്യക്കാരി സ്ത്രീയോട് അത് പറയുവാൻ തക്കമിടയായ ഇന്ന് രാത്രി പാപിയായ ശമര്യക്കാരി സ്ത്രീയുടെ അരികിൽ ചെന്ന് അരുമനാഥൻ ഓർപ്പിച്ചത് രോഗം മാറും, ക്ഷീണം മാറും, ആമേൻ വിദേശത്ത് പോകാൻ അതെ ഇപ്പോൾ വഴി തുറന്നു കിട്ടും. ഇതൊന്നുമല്ല പറഞ്ഞത്. ആമേൻ ആമേൻ നീ ആരാധിക്കാൻ തയ്യാറായാൽ നിനക്ക് മുമ്പിലുള്ള വഴികൾ ഓപ്പൺ ആകും. ഹല്ലേലൂയ. നീ എങ്ങനെയെങ്കിലും ആരാധിച്ചാൽ ഓപ്പൺ ആകത്തില്ല. ഐശ്വര്യമായ ഒരു അനുഗ്രഹത്തിന് ഉടമയായി മാറുവാൻ നീ ഇറങ്ങി തിരിച്ചതാണെങ്കിൽ ഇന്ന് രാത്രി ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഹല്ലേലൂയ. രണ്ടാമതായി വിഗ്രഹങ്ങൾ വ്യർത്ഥവും ആമേൻ വില കെട്ടതുമാണെന്ന് ബൈബിൾ പറയുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനം 115 2 മുതൽ 8 വരെയുള്ള വാക്യം. അവരുടെ ദൈവം ഇപ്പോൾ എവിടെയെന്ന് ജാതികൾ പറയുന്നത് എന്തിന്? നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും
നമ്മുടെ ദൈവം സ്വർഗത്തിലുണ്ട്. അവന് ഇഷ്ടമുള്ളതെല്ലാം ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ദൈവമക്കളെ, ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയത്തില്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവത്തിന് പ്രസാദകരമായി യാഗം കഴിക്കുന്ന ഒരു ദൈവവൈതലിനെ ഐശ്വര്യമായി അനുഗ്രഹിക്കുന്ന ദൈവം അടുത്ത പ്രഭാതത്തിൽ ഒരു ഐശ്വര്യമായ അനുഗ്രഹം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നിന്നെ ശുദ്ധി ചെയ്യുന്ന ആമേൻ ജീവന്റെ വചനം ആമേൻ നിന്നെ ശുദ്ധീകരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവകരങ്ങളിലേക്ക് വിധേയപ്പെടുവാൻ തയ്യാറാകുക, താഴ്മയുള്ളവനായിരിക്കാൻ തയ്യാറാകുക. ഹല്ലേലൂയ. അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും ആകുന്നു, അവരുടെ കൈവേല തന്നെ. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നതുമില്ല. അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെയാകുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. ഇസ്രായേലേ, യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി പുതിയ നിയമ ഇസ്രായേലായി ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ ഈ കർത്താവിൽ ആശ്രയിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. അവനാണ് നമ്മുടെ സഹായം, അവനാണ് നമ്മുടെ പരിച. ഈ കൊറോണ-19 അനേകരെ കണ്ണുനീരിലും ദുഃഖത്തിലും ആമേൻ ആമേൻ നിരാശയിലും ഇരുത്തുമ്പോൾ പരിചയമായവൻ, സഹായമായവൻ ഹല്ലേലൂയ അതേ നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. എല്ലാ കഥകളും അടയ്ക്കാം. ഹല്ലേലൂയ. സമയം അതിക്രമിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം അനുവദിച്ചാൽ ഇതിൻ്റെ ബാക്കി നാളെ രാത്രി ആമേൻ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഓരി വർഷം തരകരകസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാരംഭത്തിൽ ആമേൻ നാം വായിച്ച വാക്യം ഹല്ലേലൂയ. മനുഷ്യ, ദൈവം നിന്നെ കാണിക്കുന്നത് എന്താ? ഹല്ലേലൂയ. നയതാൽപരനായിരിക്കുവാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാനും അല്ലാതെ പിന്നെന്താണ് ദൈവത്തിനോട് ചോദിക്കുന്നത്? ഹല്ലേലൂയ. ദൈവം നമ്മെ നിരന്തരം അനുഗ്രഹിക്കുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. ആ അനുഗ്രഹത്തിനുടമയായി ജീവിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അബ്രഹാമിലൂടെയുള്ള അനുഗ്രഹം ക്രിസ്തുയേശുവിലൂടെ അനുഭവിക്കുവാൻ കൃപ ലഭിച്ചവർ സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ജീവിതത്തിൽ നന്മയെ അനുഭവിക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമുള്ളവരായി ജീവിക്കുവാൻ ഉതകുന്ന ജീവന്റെ വചനം ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. നീതിപൂർവം പ്രവർത്തിക്കുവാനും താഴ്മയോടെ നടക്കുവാനും കരുണയെ സ്നേഹിക്കുവാനും അവിടുത്തെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ പകരണമേ. അവിടുത്തെ കൃപ അധികമായി പകരണമേ. ഇന്ന് രാത്രി അങ്ങയുടെ സന്നിധിയിൽ വാഗ്ദത്തം കേട്ട് അതിന്റെ പൂർത്തീകരണം കാണുവാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ, സമർപ്പിക്കപ്പെട്ടിരിക്കുന്നവർ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. അവർ കേട്ടിരിക്കുന്ന വാഗ്ദത്തം ആമേൻ അത് പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ നാളുകളായി ഞെരുക്കിയിരിക്കുന്ന എല്ലാ ഞെരുക്കത്തിന്റെ അനുഭവങ്ങളും തളർത്തുന്ന എല്ലാ വൈഷമ്യങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നീങ്ങിപ്പോകട്ടെ. ദൈവപുത്രനായ യേശുവിന്റെ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങ് നൽകിയ അധികാരം ഉപയോഗിച്ച് പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുക. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നിന്ദിക്കപ്പെടുന്നവരുടെ മുമ്പിൽ മാനിക്കുന്നവനായ ദൈവം ഹല്ലേലൂയ. വിളിച്ച വിളി തിരിച്ചറിഞ്ഞ് ദൈവിക പദ്ധതിയുടെ ഭാഗമായി ജീവിക്കുവാൻ സമർപ്പിക്കൂ. മുമ്പിലുള്ള തടസ്സങ്ങളെ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് വെട്ടിമാറ്റി സന്തോഷത്തോടെ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഉയരത്തിലെ അഭിഷേകത്താൽ നിറയ്ക്കുവാൻ തക്കൊണ്ടമിടയായി ഓരോ ദിവസവും ദയാളിയായി ജീവിക്കുവാൻ ഉതകുന്ന ജീവന്റെ വചനം ശ്രവിക്കുവാൻ അവസരമൊരുക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് കരങ്ങളടിച്ച് ഒരിക്കൽ കൂടെ മഹത്വം. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ
നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ കൂടപ്പുറപ്പിന്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. യൂട്യൂബിൽ സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലുണ്ട്. ഇതുവരെ നിങ്ങൾ അത് സെർച്ച് ചെയ്തിട്ടില്ലെങ്കിൽ സെർച്ച് ചെയ്യുക, അത് ബെൽ ബട്ടൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. വർഷത്തിൽ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുഷ്ടലോകത്ത് അശ്ലീല ചൊവ്വയുള്ള, ലൈംഗിക ചൊവ്വയുള്ള നിരവധി വീഡിയോ ക്ലിപ്പുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തലമുറകൾ വഴിതെറ്റിപ്പോകുവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മുടെ ദൈവമക്കൾ അവർക്ക് ലഭിച്ച ദൈവകൃപയ്ക്കനുസരിച്ച് നിരവധി പാട്ടുകൾ, പ്രസംഗങ്ങൾ, ആത്മീയ പ്രചോദനം നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാടുന്നു. എൻ്റെ ഭാര്യ കർത്താവിന്റെ ദാസി ഷീജ ഷിജു വെള്ളിയാഴ്ച തോറും മധ്യസ്ഥ പ്രാർത്ഥനയും ദൈവം കൊടുത്ത കൃപയ്ക്കനുസരിച്ച് ദൈവവചനം ശുശ്രൂഷിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന താലന്തുകൾ ഞാൻ ആളോളം വിശ്വസ്തയോടെ വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കത് പ്രയോജനപ്പെടും. ഈ മകനീയ ശുശ്രൂഷയിൽ കൈത്താങ്ങാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി നമുക്ക് വിശുദ്ധിയിൽ മുമ്പോട്ട് ജീവിക്കാം. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ് നിങ്ങളുടെ ഒരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് വാട്സാപ്പ് നമ്പറാണ് 9744703489 എന്ന നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹതീരം പ്രയർ ഫാമിലി ഫേസ്ബുക്ക് ഗ്രൂപ്പ് അക്കൗണ്ടിലൂടെ എല്ലാ ദിവസവും ലൈവിൽ അനുഗ്രഹീതരായ ദൈവദാസന്മാർ, ദൈവദാസിമാർ വചനം ശുശ്രൂഷിക്കുന്നു, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുന്നു. നിങ്ങൾക്ക് അത് വളരെ അനുഗ്രഹമായിരിക്കും. നിങ്ങൾ ആ ഗ്രൂപ്പ് സെർച്ച് ചെയ്ത് ആ സന്ദേശങ്ങൾ ശ്രവിക്കുവാൻ തക്കൊന്നും ഇടയാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ശുഭരാത്രി.